വഴി ഞാൻ മാത്രമേ ഉള്ളൂ, സത്യം ഞാൻ മാത്രമേ ഉള്ളൂ, ജീവൻ ഞാൻ മാത്രമേ ഉള്ളൂ. ദിസ് ഈസ് ആൻ എക്സ്ക്ലൂസീവ് ക്ലെയിം. ശരീരത്തെയും പഞ്ചേന്ദ്രിയങ്ങളെയും, എൻ്റെ മനസ്സിനെ ബോധ അബോധ ഉപബോധ തലങ്ങളെയും, എൻ്റെ ആത്മാവിനെയും അനുഭവങ്ങളെയും ഓർമ്മകളെയും എല്ലാം ഏറ്റെടുക്കണമെന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നമ്മളെ നമ്മുടെ പ്രിയപ്പെട്ടവരെ എല്ലാം സമർപ്പിക്കാം. ദേശത്തെ മുഴുവൻ പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം. 20-ാം നൂറ്റാണ്ടിനെ മാർപ്പാപ്പ പരിശുദ്ധാത്മാവിൻ്റെ നൂറ്റാണ്ടായിട്ട് പ്രഖ്യാപിച്ചപ്പോഴാണ് 20-ാം നൂറ്റാണ്ടിൽ 21-ാം നൂറ്റാണ്ടിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനം തിരുസഭയിൽ മുമ്പത്തെക്കാളധികം പ്രകടമാകാൻ തുടങ്ങിയത്. ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മെ തന്നെ സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ ഈ തിരുനാളിൽ, വചനപ്പ് തിരുനാളിൽ നമുക്ക് ശക്തമായ അമ്മയുടെ മാധ്യസ്ഥം നമ്മുടെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കാം. അതിശക്തമായ ദൈവസാന്നിധ്യത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ട് സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ 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 നിറയണമേ. ആത്മാവേ നിറയണമേ നിറയണമേ നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആലയം മുഴുവനെയും ഏറ്റെടുക്കണമേ. ഈ ആലയത്തെയും അങ്കണത്തെയും ഏറ്റെടുക്കണമേ. രൂപത മുഴുവനെയും പരിശുദ്ധാത്മാവെ ഏറ്റെടുക്കണമേ. എല്ലാ സമൂഹത്തിലും പരിശുദ്ധാത്മാവെ അങ്ങയുടെ സാന്നിധ്യം നിറയണമേ. മടുപ്പ്, മന്ദത, അലസത, ക്ഷീണം, ഉദാസീനത, താല്പര്യക്കുറവ്, എതിർചിന്ത, സഭാവിരോധം, വൈദിക വിരോധം, വചനവിരോധം എല്ലാം എടുത്തു മാറ്റണമേ. പരിശുദ്ധാത്മാവെ കൂട്ടായ്മയിൽ ഐക്യവും സമാധാനവും, ഞങ്ങൾ കൂടി വരുന്ന എല്ലാ ഇടങ്ങളിലും സ്നേഹവും ശക്തിയും വെളിപ്പെടണമേ. ഭിന്നത, കലഹങ്ങളെല്ലാം മാറിപ്പോകണമേ. എല്ലാ അനർത്ഥങ്ങൾ, ആപത്തുകൾ, അപകടങ്ങൾ, രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കണമേ. തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന് കാത്തുകൊള്ളണമേ. ദുഷ്ടൻ്റെ കെണികളിൽ നിന്ന് സംരക്ഷിക്കണമേ. പിശാചിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് കാത്തുകൊള്ളണമേ. അതിശക്തമായ ദൈവകൃപ ഞങ്ങളുടെ കൂട്ടായ്മകളിൽ വെളിപ്പെടണമേ. നാവിൻ്റെ ബന്ധനങ്ങൾ അഴിയണമേ. ശാരീരിക വേദനകൾ എടുത്തു മാറ്റണമേ. മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ. വചനം സ്വീകരിക്കാനായി ഹൃദയം തുറന്നു തരണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദേശം മുഴുവൻ്റെ മേലും പരിശുദ്ധാത്മാവേ വന്ന് നിറയണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശരീരത്തിലെ അസ്വസ്ഥതകളെല്ലാം ഏറ്റെടുക്കണമേ. പ്രിയപ്പെട്ടവരെ ഓർത്തുള്ള ആകുലതകളിൽ കടന്നു വരണമേ. പിശാചിൻ്റെ കണികളെ തകർത്ത് കളയണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കണ്ണുകളടച്ച് പാടാം. അവിടുന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരങ്ങളാലും തകർച്ചകളാലും വേദനകളാലും സങ്കടപ്പെടുന്ന ഓരോ മകൻ്റെ മേലും മകളുടെ മേലും പരിശുദ്ധാത്മാവേ ഇപ്പോൾ വന്ന് ആശ്വാസത്തിൻ്റെ ദൈവം വന്ന് ആവസിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ സിനായ് മലയിൽ ഇറങ്ങി വന്നതുപോലെ മഹത്വം ഇറങ്ങി വരണേ ആഗ്രഹിച്ച് പാടിക്കുകയും സീനായ് മാമലയിൽ ഇറങ്ങി വന്നവനേ. ചൊല്ലി പാടാമോ? സീനായ് മാമലയിൽ ഇറങ്ങി വന്നവനേ. നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. വിശ്വാസത്തോടെ ഉച്ചത്തിൽ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാവോ? കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇരിക്കാം. ഹല്ലേലൂയ. സന്തോഷമാണോ? ഞങ്ങൾക്ക് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നന്നായിട്ടൊന്ന് കരങ്ങളടിച്ച് കർത്താവിനെ ആരാധിച്ച് ശക്തമായിട്ട് ഹല്ലേലൂയ. കർത്താവ് വലിയ അനുഗ്രഹം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു. വചനത്തിൻ്റെ മുമ്പിൽ ശ്രദ്ധയോടെ ഇരിക്കാൻ
ദൈവം നമ്മെ ഒരുക്കിയതിന് ദൈവത്തിന് നന്ദി പറയാം. ദൈവത്തിൻ്റെ കരുണയാണത്. ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. നമ്മൾ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ തുറന്ന് കിട്ടണം എന്നൊരാഗ്രഹത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു. അതെപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്? പ്രഭാതത്തിൽ ഉണർന്ന് ദൈവിക ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് ദൈവം നമുക്ക് ഇന്നലെ അവസാനമായിട്ട് മനസ്സിലാക്കി തന്നത്. അപ്പം അങ്ങനെ നമ്മൾ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ജ്ഞാനവും വെളിപാടും തുറന്നു കിട്ടുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നമ്മിൽ ഒരു ശക്തി പ്രവർത്തിക്കും. ആ ശക്തിയുടെ പേരാണ് ഉത്ഥാന ശക്തി. എനിക്ക് സന്തോഷമായി, നിങ്ങൾ മറന്നില്ല. ഉത്ഥാന ശക്തി, റിസറക്ഷൻ പവർ. ആ ഉത്ഥാന ശക്തിയെ പൗലോസ് അപ്പോസ്തലൻ താരതമ്യപ്പെടുത്തിയത് ഏത് ശക്തിയുമായിട്ടാണ്? ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും പിതാവിൻ്റെ വലതുഭാഗത്ത് അവനെ ഇരുത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ലോക ചരിത്രത്തിൽ ഒരിടത്തും എവിടെയും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ സംഭവിച്ച ആ മഹാപ്രതിഭാസമാണ് ഉത്ഥാനം. അപ്പോൾ യേശുവിൻ്റെ ഉത്ഥാനം, അത് ലാസർ ഉയർപ്പിക്കപ്പെട്ടതുപോലെയോ നായിനിലെ വിധവയുടെ മകൻ ഉയർപ്പിക്കപ്പെട്ടതുപോലെയോ ജായിറോസിൻ്റെ മകൾ ഉയർപ്പിക്കപ്പെട്ടതുപോലെയോ ഒരു ഉയർപ്പല്ല യേശുവിൻ്റെ ഉയർപ്പ്. ആണോ? വ്യത്യാസമുണ്ട്. അതിന് പറയുന്നത് റെസസിറ്റേഷൻ എന്നാണ് അതിന് പറയുന്നത്. അതായത് തങ്ങളുടെ തന്നെ പഴയ ശരീരത്തിലേക്ക് ഒരാൾ മടങ്ങിയെത്തുന്നു. അതിന് പറയുന്ന പേര് റെസസിറ്റേഷൻ എന്നാണ്. ലാസർ മടങ്ങിയെത്തിയത് ലാസറിൻ്റെ പഴയ ശരീരത്തിലേക്കാണ്. നായിനിലെ വിധവയുടെ മകൻ മടങ്ങിയെത്തിയത് അയാളുടെ പഴയ ശരീരത്തിലേക്കാണ്. ഇനി ജായിറോസിൻ്റെ മകള് മടങ്ങിയെത്തുന്നത് അവളുടെ പഴയ ശരീരത്തിലേക്കാണ്. എന്ന് പറഞ്ഞാൽ ആ ശരീരത്തിന് വീണ്ടും ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ആ ശരീരം കുറച്ച് കഴിയുമ്പോൾ പിന്നെ മരിക്കും. എന്നാൽ യേശുവിൻ്റേത് ഉത്ഥാനമാണ്. ഉത്ഥാനം എന്ന് പറഞ്ഞാൽ ഈശോ മടങ്ങിയെത്തുന്നത് തൻ്റെ പരിമിതികളുള്ള ആ പഴയ ശരീരത്തിലേക്കല്ല, ശരീരത്തിന് രൂപാന്തരം സംഭവിച്ചു. അല്ലേ? നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുന്നു, ശരീരങ്ങളുടെ ഉയർപ്പിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ശരീരം നവീകരിക്കപ്പെടും. ഉത്ഥാനത്തിൽ, ഈശോയുടെ രണ്ടാം വരവിൽ ഈ ശരീരം അങ്ങനെ നിങ്ങൾക്കൊരു ഉറപ്പില്ലേ? ഈ ശരീരം നമ്മളിപ്പോൾ ഇത് എന്നാ ശരീരമാണ്, ഇത്രയും പന്ന ശരീരം വേണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ഈ ശരീരം എന്ത് ചെയ്യും? രൂപാന്തരപ്പെടും, നവീകരിക്കപ്പെടും. അത് 2 വാചനങ്ങൾ വായിച്ചോ, അത് നല്ലതാണ്. 1 കോരിന്തോസ് 15-ാം അധ്യായം 52-ാമത്തെ വാക്യം. 1 കോരിന്തോസ് 15-ാം അധ്യായം 52-ാമത്തെ തിരുവചനം ഒന്ന് വായിക്കാമോ? ശരീരം അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ രൂപാന്തരപ്പെടും. കേട്ടോ? അവസാന കാഹളം മുഴങ്ങുമ്പോൾ ഈശോയുടെ അന്ത്യവിധിയിൽ സംഭവിക്കുന്ന ഈ ശരീരങ്ങൾ രൂപാന്തരപ്പെടും. ശരീരത്തിന് രൂപാന്തരം ഉണ്ടാവും. ശരീരം നവീകരിക്കപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയ. കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. അതാണ് പറയുന്നത്. വേറൊരു വചനമുണ്ട്. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം എടുക്കുക. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 20-21 ഫിലിപ്പി 3:20-21 വായിക്കാമോ? ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു, എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്നൊരു രക്ഷകനെ, കർത്താവായ യേശുക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു. കണ്ടോ? കാത്തിരിക്കുന്നു. എപ്പോഴത്? 2-ാം വരവാണ്. കാത്തിരിക്കുന്നു. 21 വായിച്ചേ. സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. ഹല്ലേലൂയ. അവൻ നമ്മുടെ ദുർബല ശരീരത്തെ, രോഗാതുരമായ, രോഗബാധിതമായ, ബലഹീനതകളുള്ള, പരിമിതികളുള്ള ഈ ദുർബല ശരീരത്തെ, ഒരു പ്രത്യാശയാണ്. ഇതെന്താണ്? നമ്മുടെ ദുർബല ശരീരത്തെ അവൻ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഇതിനെ റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ വിളിക്കുന്നത് പുത്രത്വ ലബ്ധി എന്നാണ്. പുത്രത്വ ലബ്ധി അങ്ങനെയാണ് വിളിക്കുന്നത്. അതൊരു വചനം വായിച്ചേ. അതായത് ഈ രൂപാന്തരപ്പെടുന്നത് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം. റോമർ 8:23 വായിക്കാമോ? റോമാലേഖനം 8-ാം അധ്യായം 23 വായിച്ചേ. സൃഷ്ടി മാത്രമല്ല, ആത്മാവിൻ്റെ ആദിഫലം ലഭിച്ചിരിക്കുന്ന നാമും
നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വ ലബ്ധി പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി വിലപിക്കുന്നു. കണ്ടോ എന്ന് പറഞ്ഞാൽ അതൊരു പുത്രത്വം ലഭിക്കുന്ന ആ പ്രോസസ്സിൻ്റെ, നമ്മൾ മക്കളായി മാറിയ ആ പ്രക്രിയയുടെ അവസാനത്തെ പോയിന്റാണ്. പൂർണ്ണ മക്കളാവുന്നത് എപ്പോഴാണ്? ഈ ശരീരം കൂടി രൂപാന്തരപ്പെടുമ്പോഴാണ്. പറയാവോ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൻ്റെ ആദ്യഫലം ലഭിച്ചിരിക്കുന്ന നാമും ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വ ലബ്ധി പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി വിലപിക്കുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ശരീരം, ഈശോയുടെ ശരീരം രൂപാന്തരപ്പെട്ടതുപോലെ, ഈശോയുടെ ശരീരം രൂപാന്തരപ്പെട്ടതുപോലെ നമ്മുടെ ശരീരങ്ങളും രൂപാന്തരപ്പെടും. അപ്പം അതാണ് യേശുവിൻ്റെ ഉത്ഥാനം. ആ ഉത്ഥാനം നടന്നത് അപ്പോസ്തലൻ പറയുകയാണ് ഈ ശക്തിയാലാണ്. ഏത് ശക്തി? ഇപ്പം നമ്മളീ പ്രവർത്തിക്കുന്ന അതേ ശക്തിയാണ്, അതേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച് പിതാവിൻ്റെ വലത് ഭാഗത്ത് ഇരുത്തിയത്. അതുകൊണ്ട് ഈ ജ്ഞാനം, ഈ വെളിപാട് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മളെ കീഴ്പ്പെടുത്തുന്ന, പുറകോട്ട് വലിക്കുന്ന, താഴേക്ക് വലിച്ച് കെട്ടിയിടുന്ന, നമ്മളെ ചങ്ങലപ്പൂട്ടിട്ട് ബന്ധിച്ച് ആമത്താഴിയിട്ട് കെട്ടിയിട്ടിരിക്കുന്ന സകല ബന്ധനങ്ങളെയും തകർത്ത് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ, ഒരു കഴുകനെ പോലെ ചിറകടിച്ചുയരാൻ നമുക്കിടയാവും. വിശ്വാസത്തിൻ്റെ വലിയ ചിറകുകൾ വയ്ക്കപ്പെടും. നമുക്ക് ഈ അനധിവിദൂരമായ ആകാശത്തിലേക്കും ചക്രവാളത്തിലേക്കും നമുക്ക് പറന്നുയരാനായിട്ട് പറ്റുന്ന ആ വിശ്വാസത്തിൻ്റെ ഒരു വളർച്ച കുടുംബത്തിനുണ്ടാവും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലായില്ലേ? അതായത് വിശ്വാസത്തിൻ്റെ വളർച്ചയുണ്ടാവും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ മാതാപിതാക്കന്മാർ എന്തുമാത്രം വിശ്വാസത്തിൽ വളർന്നു എന്നുള്ളത് മക്കൾ എന്തുമാത്രം വിശ്വാസത്തിൽ വളരുമെന്നതിൻ്റെ ഒരു അടിസ്ഥാന ഘടകമാണ്. അപ്പം നമുക്ക് പേരൻസിന് എന്തുമാത്രം ഫെയ്ത്തിൻ്റെ ഒരു നിലവാരം ഉണ്ടായിരുന്നു, അപ്പം അതിനനുസരിച്ച് മക്കളിലും ആ വിശ്വാസത്തിൻ്റെ നിലവാരം വളരും. അത് ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയാം, നമ്മളിത് ശ്രദ്ധിക്കില്ല. എന്ന് വെച്ചാൽ സൂക്ഷ്മമായിട്ട് നമ്മൾ നോക്കുമ്പോഴാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾ വലിയ വാക്കുകൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചെറിയ കുഞ്ഞുങ്ങൾ വലിയ വാക്കുകൾ പറയുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത്, മോനെ എത്രല്ലാം പഠിക്കുന്നത്? 5-ൽ. പക്ഷെ നാക്ക് എമ്മയ്ക്കാണല്ലോടാ എന്ന് പറയും. എന്താ അർത്ഥം? ചെറിയ വായിൽ വലിയ വർത്താനം പറയുന്നു. നിങ്ങൾക്ക് അനുഭവം ഇല്ലേ? ഇത് ഉണ്ടോ? ഉണ്ട്. എൻ്റെ ചോദ്യം, ഈ ചെറിയ വായിൽ ഈ വലിയ വർത്താനം വന്നത് എവിടുന്ന? ആ ചോദ്യം ആരും ചോദിച്ചിട്ടില്ല. ഈ ചെറിയ വായിൽ ഈ വലിയ വർത്താനം പിള്ളേർക്ക് തന്നെ ഒരു ഭാഷ ഡെവലപ്പ് ചെയ്യാനോ ആശയം ഡെവലപ്പ് ചെയ്യാനോ വാക്കുകൾ ഡെവലപ്പ് ചെയ്യാനോ പിള്ളേർക്ക് തന്നെ ജന്മസിദ്ധമായൊരു കഴിവില്ല, ആർക്കും ഇല്ല. നമ്മുടെ അകത്തേക്ക് വന്ന എല്ലാ കാര്യങ്ങളും വന്നത് എവിടുന്നാ? നമ്മൾ ജീവിക്കുന്ന എൻവയോൺമെൻറ്റിൽ നിന്നാണ്. അപ്പോൾ അപ്പനും അമ്മയും ആവർത്തിച്ച് പറഞ്ഞ, വീട്ടിൽ ആവർത്തിച്ച് കേട്ട, അവരാരോട് ഇടപഴകുന്നോ അവരിൽ നിന്ന് ആവർത്തിച്ച് കേട്ട വാക്കുകളും പദങ്ങളും ആശയങ്ങളുമാണ് അവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. സമ്മതിക്കാവോ? അപ്പോൾ അപ്പൻ്റെയും അമ്മയുടെയും ചിന്താഗതി തന്നെയാണ് മക്കളുടെയും ചിന്താഗതി. അപ്പൻ്റെയും അമ്മയുടെയും തെറ്റായ ബോധ്യങ്ങൾ തന്നെയാണ് മക്കളുടെയും തെറ്റായ ബോധ്യങ്ങൾ. അവർ വിദ്യാഭ്യാസം ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ കുറച്ച് ഈ മറ്റു കുട്ടികളുടെ കൂടെയൊക്കെ ഇടപഴകുക ചെയ്യുന്ന സമയത്ത് കുറേ കാലം അവർ കുറച്ച് മോഡേണായിട്ട് ചിന്തിച്ചാലും, ഞാൻ പറയുന്നത് കേട്ടോണം, 101 സത്യം ഞാൻ പറയുന്നത്. അവർ ഈ പിള്ളേരോടൊക്കെ ഇടപഴകുന്ന സമയത്ത് അമ്മ എത്ര പഴഞ്ചനാണ്, അമ്മ ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്, അമ്മ ഇതിനെയൊക്കെ പേടിച്ചാൽ എങ്ങനാ എന്ന് ഈ കാലത്ത് പറഞ്ഞാലും ഇത്തിരി നിങ്ങളുടെ പ്രായം എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ നിങ്ങളുടെ അതേ അവസ്ഥയിലെത്തും. അതങ്ങനെ ആവൂ. അപ്പോൾ എന്താ, അപ്പനും അമ്മയും വിശ്വാസത്തിൻ്റെ ഒരു നിലവാരത്തിലെത്തിയാൽ അടുത്ത തലമുറയ്ക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ പരോപകാരവും സംഭാവനയും അതായിരിക്കും. വിശ്വാസത്തിൻ്റെ ഒരു നിലവാരത്തിലെത്തി നല്ല കാര്യങ്ങൾ പറയുന്നൊരപ്പൻ, പ്രത്യാശ പറയുന്നൊരപ്പൻ, വിശ്വാസം പറയുന്നൊരപ്പൻ. അപ്പം അങ്ങനെ ഒരു അപ്പനുണ്ടെങ്കിൽ ആ അപ്പൻ അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്ന വലിയൊരു സംഭാവനയാണ് ആ വിശ്വാസത്തിൻ്റെ നിലവാരം. ആ നിലവാരത്തിൽ നിന്ന് പിള്ളേർ താഴോട്ട് പോകാൻ പറ്റില്ല, അവർക്ക് ഉറപ്പാണ്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ഒരു ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് നമ്മൾ പറഞ്ഞ് അത് അവസാനിപ്പിച്ചു. ഇനി അടുത്ത ചോദ്യം, അതെങ്ങനെയാണ് തുറക്കപ്പെടുന്നത്? എങ്ങനെയാണത് തുറക്കപ്പെടുന്നത്? ഒരു കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. എങ്ങനെയാണത്? ഈ ജ്ഞാനം എങ്ങനെയാണ് കിട്ടുന്നത്? സോളമൻ എന്നെ പറഞ്ഞു തന്നേ. സോളമൻ എങ്ങനെയാണ് ഈ ജ്ഞാനം കിട്ടിയത്? സോളമൻ പറഞ്ഞ് നമ്മൾ വായിച്ചതാണ് 7-ാം അധ്യായത്തിൽ. എന്താണ്? നിങ്ങൾ മറന്നു അല്ലേ?
ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് ജ്ഞാന ചൈതന്യം ലഭിച്ചു, ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു. അങ്ങനല്ലേ പറയുന്നത്? യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായത്തിൽ എടുക്കണ്ട, ഇന്നലെ വായിച്ചതാ. 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ നിങ്ങൾ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അങ്ങനല്ലേ പറഞ്ഞേ? അപ്പോൾ ജ്ഞാനത്തിന് വേണ്ടി, വെളിപാടിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ആത്മാവിന് വേണ്ടി ഒന്നാമത്തേത് അപ്പസ്തോലൻ പ്രാർത്ഥിച്ചതുപോലെ നാം പ്രാർത്ഥിക്കണം. എപ്പോൾ പ്രാർത്ഥിക്കണം എന്നാ പറഞ്ഞേ? പ്രഭാതത്തിൽ ഉണർന്ന് ആദ്യത്തെ ഐറ്റം ഇതാണ്. ഒരു ജീവിതത്തിലെ, ഒരു ദിവസത്തിലെ ആദ്യത്തെ കാര്യം, അത് കുഞ്ഞാണെങ്കിലും യൂത്താണെങ്കിലും മുതിർന്നവരാണെങ്കിലും ജീവിതത്തിലെ ആദ്യത്തെ കാര്യം, ദൈവമേ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ തുറന്നു തരണേ എന്ന് പ്രാർത്ഥിക്കണം. ഇനി ആദ്യത്തെ. രണ്ടാമത്തേത് ബൈബിൾ അവതരിപ്പിക്കുന്ന ഈ ജ്ഞാനം തുറക്കപ്പെടുന്ന ഒരു വഴി എന്ന് പറഞ്ഞാൽ അത് വചനത്തിലൂടെയാണ്. വചനത്തിലൂടെ, ഈ ദൈവവചനത്തിലൂടെ ജ്ഞാനം തുറക്കപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു വചനം വായിക്കാം. ജ്ഞാനത്തിന്റെ പുസ്തകം 6-ാം അധ്യായം 11-ാമത്തെ തിരുവചനം. ജ്ഞാനം 6:11 പെട്ടെന്ന് വായിക്കുക. ജ്ഞാനം എൻ്റെ വചനങ്ങളിൽ അഭിലാഷം അർപ്പിക്കുക, അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുക, നിങ്ങൾക്ക്. ഇതാണ് വേറൊരു വഴി. രണ്ടാമത്തെ ഒരു വഴി പറയുന്നത് ഇതാണ്. ഒന്ന് ചോദിക്കണം. രണ്ടാമത്തേത് എൻ്റെ വചനങ്ങളിൽ. വായിക്കാമോ? ജ്ഞാനം 6:11 ഉച്ചത്തിൽ വായിക്കാമോ? എൻ്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുക, അവയോട് തീവ്രാഭിനിവേശം കാണിക്കുക, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്ക് അതായത് നമ്മൾ ഈ ദൈവവചനത്തിലൂടെയാണ് ജ്ഞാനം തുറക്കപ്പെടുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ വചനങ്ങളെടുത്ത് പറയാം. അതായത് ദൈവവചനത്തിലൂടെയാണ് ഈ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ഒരു വഴി നമുക്ക് തുറക്കപ്പെട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ പ്രഭാഷകന്റെ പുസ്തകം എടുക്കാം. പ്രഭാഷകൻ 39 എടുത്ത്. പ്രഭാഷകൻ 39 1 മുതൽ വായിക്കാം. അത് ഈ വചനം പഠിക്കുന്ന ആളുകളെ കുറിച്ചുള്ള ഒരു അധ്യായമാണത്. പ്രഭാഷകന്റെ പുസ്തകം 39-ാമത്തെ അധ്യായം വായിക്കാമോ? അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ എല്ലാ പൗരാണിക ജ്ഞാനവും ആരാഞ്ഞ് അറിയുകയും പ്രവചനങ്ങളിൽ ഔത്സുക്യം പ്രദർശിപ്പിക്കുകയും ചെയ്യും. അതായത് തിരുവഴുത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള പ്രവചനങ്ങളിലും ജ്ഞാനവചസ്സുകളിലും വെളിപ്പെടുത്തലുകളിലും താല്പര്യം കാണിക്കുന്ന ഒരു വ്യക്തി, അയാളെക്കുറിച്ച് പറയുകയാണ്. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ എല്ലാ പൗരാണിക ജ്ഞാനവും ആരാഞ്ഞറിയുകയും പ്രവചനങ്ങളിൽ ഔത്സുക്യം പ്രദർശിപ്പിക്കുകയും ചെയ്യും. അടുത്തത്, അവൻ വിശ്രുതരുടെ വാക്ക് വിലമതിക്കുകയും ഉപമകളുടെ പൊരുൾ സൂക്ഷ്മമായി അപഗ്രഥിക്കുകയും ചെയ്യും. അവൻ ആപ്തവാക്യങ്ങളുടെ ആന്തരാർത്ഥം തേടുകയും ഉപമകളുടെ നിഗൂഢതകളെ സ്വായത്തമാക്കുകയും ചെയ്യും. അവൻ മഹാന്മാരെ സേവിക്കുന്നു, ഭരണാധിപന്മാരുടെ മുമ്പിലും അവന് പ്രവേശനമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ അവൻ സഞ്ചരിക്കും, മനുഷ്യരുടെ നന്മതിന്മകൾ അവൻ വേർതിരിച്ചറിയും. സ്രഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ അതിരാവിലെ താല്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നു, അത്യുന്നതന്റെ മുമ്പിൽ പ്രാർത്ഥന സമർപ്പിക്കുന്നു. അവൻ പാപമോചനം യാചിക്കുന്നു. സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ ജ്ഞാനത്തിന്റെ ചൈതന്യം അവനിൽ നിറയും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ഇവിടെ പറയുകയാണ്, അതായത് ഇങ്ങനെ ഒരു വ്യക്തി ജ്ഞാനത്തിന് വേണ്ടി ആഗ്രഹിച്ച് ദൈവവചനത്തിൽ ഔത്സുക്യം പ്രദർശിപ്പിച്ചാൽ അവനെ സംബന്ധിച്ച് ഇതൊക്കെ അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ നിങ്ങൾക്ക് ഒരുപക്ഷെ പരിചയം ഉണ്ടായിരിക്കും ജോൺ പോളിനെ. ഓം പ്രകാശ് മാനസാന്തരപ്പെട്ട് ജോൺ പോളിനെ പരിചയം ഉണ്ടായിരിക്കും. നമുക്ക് ശുശ്രൂഷയിൽ നമ്മുടെ കൂട്ടായ്മയിലുള്ള ഒരു സഹോദരനാണ് ജോൺ പോൾ. ദുബൈയിലാണ് ഇപ്പോൾ, ഭാര്യയും ഭർത്താവും കൂടെ അവിടെയാണ്. അപ്പോൾ ഈ ജോൺ പോൾ മാനസാന്തരപ്പെട്ടത് കർത്താവിൻ്റെ വചനത്തിലൂടെയാണ്. ദൈവവചനം ലഭിച്ചപ്പോഴാണ് ജോൺ പോളിന് മാനസാന്തരം ഉണ്ടായത്. മാനസാന്തരം ഉണ്ടായ ആ നിമിഷം മുതൽ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എത്ര പേര് കേട്ടിട്ടുണ്ട് ജോൺ പോളിൻ്റെ? കാര്യമായിട്ടാരും കേട്ടിട്ടില്ല. യൂട്യൂബിലൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ കിടപ്പുണ്ട്. ഓക്കെ, അതായത് ഇത്രയേ ഉള്ളൂ. അത് ഈ കോട്ടയം ഭാഗത്ത് പോലീസുകാരനായ അപ്പൻ്റെയും പോലീസുകാരി അമ്മയുടെയും മകൻ, കള്ളിനും കഞ്ചാവിനും അടിമപ്പെട്ടവൻ. അപ്പോൾ അങ്ങനെ എല്ലാ അർത്ഥത്തിലും ദുഷിച്ച ജീവിതം നയിച്ചുകൊണ്ടിരുന്ന കാലത്ത് സാധാരണ എല്ലാ ശരാശരി മലയാളി അമ്മമാരും അപ്പന്മാരും ചിന്തിക്കുന്ന പോലെ കല്യാണം കഴിച്ചവൻ നേരെയാവുമെന്ന് പറഞ്ഞ് ഒരുപാട് കല്യാണം ആലോചിച്ച് അവസാനം ഈ കോന്നി മുറിഞ്ഞ കല്ലിൽ നിന്ന് ഒരു അനിലാന്ന് പേരുള്ളൊരു പെൺകുട്ടിയെ കല്യാണം ആലോചിച്ചു. കല്യാണം ആലോചിച്ച സമയത്ത് അവൾ ബാംഗ്ലൂരിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. ഈ അമ്മ അപ്പം ഉള്ള ഈ അനിലയുടെ അപ്പൻ മരിച്ചു. 2 പെമ്മക്കളാണ് അമ്മയ്ക്കുള്ളത്. പശുവിനെയൊക്കെ കറന്ന് മുറിഞ്ഞകൽ ഇവിടെ പശുവിനെയൊക്കെ കറന്ന് അമ്മ പാല് വിറ്റ് ഈ പെമ്മക്കളെ വളർത്തിക്കൊണ്ടിരുന്ന സമയത്താണ്
ഈ കല്യാണാലോചന വരുന്നത്. നിങ്ങൾക്ക് പോയി അന്വേഷിക്കാനൊന്നും സമയമില്ല. ബാക്കി ഏത് കല്യാണാലോചന വന്നാലും കോട്ടയത്ത് വന്ന് അന്വേഷിക്കുന്ന സമയത്ത് ഓട്ടോറിക്ഷക്കാർ പറയും നിങ്ങൾക്ക് മക്കളെ കൊല്ലാനുണ്ടോ എന്ന് ചോദിക്കും. ഉണ്ടെങ്കിൽ ഇവന് കെട്ടിച്ചു കൊടുക്കാൻ പറയും. അപ്പം തന്നെ വന്നവർ വീട്ടിൽ പോകാതെ തിരിച്ചു പോകും. അങ്ങനെ 100 കണക്കിന് കല്യാണാലോചന വന്ന് എല്ലാം മുടങ്ങിപ്പോയ സമയത്താണ് ഈ മുറിഞ്ഞകല്ലിൽ നിന്നുള്ള കല്യാണാലോചന വന്നു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് പോയി അന്വേഷിക്കാനായിട്ട് ആരും ഇല്ലാത്തത് കൊണ്ട് ഈ കല്യാണമല്ല ഇത് നല്ലതാന്നൊക്കെ, പോലീസുകാരല്ലേ, അപ്പനും അമ്മയും പോലീസുകാരാണ്, അമ്മ SI ആണ്, അപ്പൻ പോലീസുകാരനാണ്. അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് അമ്മ കല്യാണമൊക്കെ ഉറപ്പിച്ചു. വിവാഹത്തിന് 3 ദിവസം മുമ്പ് കൂട്ടുകാരികൾ ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഓംപ്രകാശിനെയാണോ കല്യാണം കഴിക്കാൻ പോണേ? അതെ, അവൻ ക്രിമിനലാണ്, അവൻ കള്ളിനും കഞ്ചാവിനും അടിമയാണ്, ചേച്ചി അവൻ കൊല്ലൂന്ന് പറഞ്ഞു. അതുകൊണ്ട് എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് ഓടിപ്പോയിട്ടാണെങ്കിലും ശരി ഈ കല്യാണം മുടങ്ങിപ്പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ അമ്മ പശുവിനെ കറന്നും പാല് വിറ്റും വളർത്തിയതായതുകൊണ്ട് ഈ പെങ്കൊച്ചിന് സങ്കടമുണ്ട്. അമ്മയെ ഇങ്ങനെ വിഷമിപ്പിച്ച് കല്യാണം ഇല്ലാത്ത പൈസ മുടക്കി കല്യാണം നടത്താൻ പോവുകയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ബാംഗ്ലൂർ ഇൻഫന്റ് ജീസസിൻ്റെ പള്ളിയിൽ കൂട്ടുകാരികളുടെ കൂടെ, ഇവള് ഹിന്ദുവാണ്, കൂട്ടുകാരികളുടെ കൂടെ അവൾ പോകുമായിരുന്നു. ഇൻഫന്റ് ജീസസ് ഉണ്ണീശോ പള്ളിയിൽ. ഒരിക്കൽ ഉണ്ണീശോ പള്ളിയിൽ പോയി കുർബാനയ്ക്ക് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ണീശോ ഇറങ്ങി വന്ന് കൈ നീട്ടി നിൽക്കുന്ന ഒരു ദർശനം അവൾക്ക് കിട്ടി. അതോടുകൂടി ഉണ്ണീശോയോട് ഭക്തിയായി, ഈശോയോട് ഭഗവാനായി, ബൈബിൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെ ബൈബിളിനോട് സ്നേഹം ഉണ്ടായിരുന്നു ഈ പെൺകുട്ടിക്ക്. ഓംപ്രകാശ് ഹിന്ദുവാണ്, അനില ഹിന്ദുവാണ്, പക്ഷേ അനില ബൈബിൾ വായിക്കുമായിരുന്നു. അതുകൊണ്ട് അവൾക്ക് അപ്പനില്ല. അതുകൊണ്ട് എപ്പോൾ എന്ത് സംശയം വന്നാലും എനിക്ക് അപ്പനില്ല കർത്താവേ, അതുകൊണ്ട് നീയാണ് എൻ്റെ അപ്പൻ, എനിക്കൊരു മറുപടി തരണേന്ന് പറഞ്ഞ് ബൈബിൾ തുറക്കുമായിരുന്നു. അപ്പോൾ കല്യാണാലോചന വന്ന് 3 ദിവസം കഴിഞ്ഞാൽ കല്യാണമാണ്. അപ്പോൾ അപ്പോഴാണ് കൂട്ടുകാരികൾ വിളിച്ച് പറയുന്നത് ഇവൻ ക്രിമിനലാണെന്ന് വിളിച്ച് പറയുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ എന്നാ തീരുമാനം എടുക്കണമെന്ന് അറിയാതെ മുറിക്കകത്തേറി കഥ കടച്ചിട്ട് ബൈബിൾ തുറന്ന് കർത്താവെ സംസാരിക്കണേന്ന് പറഞ്ഞപ്പോൾ മത്തായി 18 ദൈവം സംസാരിച്ചു. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല. ഈ വചനം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ കല്യാണത്തിൽ തന്നെ നിലനിൽക്കാനുള്ള പ്രേരണ അവൾക്ക് കിട്ടി. പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ കല്യാണം കഴിച്ചു. 5 കൊല്ലം കൊടിയ യാതനകളുടെയും പീഡാനുഭവങ്ങളുടെയും നടുവിലൂടെ കടന്നുപോയി. 3 തവണ കൊല്ലാൻ വേണ്ടി കോഴഞ്ചേരി പാലത്തിന് മേളിൽ നിന്നൊക്കെ തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ തലയണ കൊണ്ട് മുഖമർത്തി കൊല്ലാൻ നോക്കിയിട്ടുണ്ട്, ഇഞ്ചക്ഷൻ എടുത്ത് കൊല്ലാൻ നോക്കിയിട്ടുണ്ട്. 3 തവണ കൊല്ലാൻ നോക്കി. ഒരുപാട് ഉപദ്രവിച്ചു, ഒരുപാട് പീഡിപ്പിച്ചു. അങ്ങനെ 5 കൊല്ലം അവൾ വിഷമിച്ച് വേദനിച്ച് ഇത് സഹിച്ച് നിന്നിട്ട് ഒടുവിൽ ഒരിക്കൽ അവൻ തലേന്ന് രാത്രി എല്ലാം അടിച്ചു പൊട്ടിച്ച് മദ്യപിച്ച് ഉന്മത്തനായിട്ട് ഇവളെ എടുത്തിട്ടടിച്ച് വച്ചിരുന്നെല്ലാം ഉണ്ടാക്കി വെച്ചെല്ലാം വലിച്ചെറിഞ്ഞ് രാത്രി ഇവളെ അടിച്ച് വീണ്ടും ഭക്ഷണം ഉണ്ടാക്കിച്ച് രാവിലെ അവൾ ദുബായിൽ ജോലിക്കായിട്ട് പോകാൻ അവളുടെ കമ്പനിയുടെ ബസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവൾ തുവാല കൊണ്ട് മുഖം അമർത്തി പൊട്ടിക്കരഞ്ഞിട്ട് അവൾ ഈശോയോട് പറഞ്ഞു, കർത്താവേ നീ ഒറ്റ ദിവസമേ കുരിശേ കിടന്നിട്ടുള്ളൂ, ഞാൻ 5 കൊല്ലമായിട്ട് കുരിശിലാന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്കിത് വയ്യ, ഇനി ഒരല്പം പോലും മുന്നോട്ട് പോകാൻ എനിക്ക് ശേഷിയില്ലെന്ന് പറഞ്ഞ് കരഞ്ഞു. ആ സമയത്ത് ഓംപ്രകാശ് വീട്ടിലിരുന്ന് അടുത്ത മദ്യ ക്ലാസ് എടുത്ത് മദ്യക്കുപ്പി എടുത്ത് മദ്യം കുടിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ എത്ര ശ്രമിച്ചിട്ടും മദ്യപിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വളരെ അത്ഭുതകരമായൊരു ദൈവിക ഇടപെടലുണ്ടായി. അവന് പേടിയായി, വെപ്രാളായി, സിഗരറ്റ് കത്തിക്കാൻ പറ്റുന്നില്ല, മദ്യം ഒഴിച്ച് മദ്യം കുടിക്കാൻ പറ്റുന്നില്ല. എന്തോ ഒരു വല്ലാത്ത അനുഭവത്തിലൂടെ കടന്നുപോയി. അങ്ങനെ വൈകുന്നേരം ഇവള് വന്നപ്പോൾ പൊട്ടിക്കരഞ്ഞ് നിന്നിട്ട് അവൻ പറയുകയാണ്, അനില നീ വാ, നീ പ്രാർത്ഥിക്കുന്ന യേശുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അവൾ വിചാരിച്ചു ഇവന് ഭ്രാന്തായതാന്ന് വിചാരിച്ചു, എന്നെ ഇന്ന് കൊല്ലുമെന്ന് വിചാരിച്ചു. പേടിച്ച് അവൻ്റെ അടുത്ത് പോയി മുട്ടുകുത്താൻ പറയണം. ഇവന് മുട്ടുകുത്തി. എന്നിട്ട് അവൻ കരഞ്ഞു, കർത്താവേ എൻ്റെ പിശാച് മദ്യപാനവും എൻ്റെ പിശാച് പുകവലിയാണ്, എന്നെ ഒന്ന് സഹായിക്കാവോ എന്ന് ചോദിച്ച് അവൻ വാ വിട്ട് കരഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ അടിമത്തത്തിൻ്റെ എല്ലാ ചങ്ങലയും പൊട്ടിച്ച് കർത്താവ് വിടുവിച്ച് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനാക്കി മാറ്റി. പറയാൻ വന്നത് അതല്ല. ഇത് കഴിഞ്ഞിട്ട് അവൻ വചനം എടുക്കുമ്പോൾ അവന് ദൈവവചനത്തിലൂടെ ദൈവം അവനോട് സംസാരിക്കാൻ തുടങ്ങി. പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ ദൈവവചനത്തിലൂടെ സംസാരിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ വെറുതെ ഇങ്ങനെ ഒരു വചനം കിട്ടുക മാത്രമല്ല, ശരിക്കും ഇവൻ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ബൈബിളിലൂടെ അപ്പോൾ ദൈവം മറുപടി കൊടുക്കും. അത് ഇപ്പോഴും അങ്ങനെയാണ്. എന്ത് കാര്യത്തിന് വേണ്ടിയാണെങ്കിലും നമ്മൾ ചോദിക്കുന്ന സമയത്തും പ്രാർത്ഥിച്ച് വചനം തുറക്കുമ്പോൾ അപ്പോൾ ദൈവം സംസാരിക്കും. അങ്ങനെ ഒരു അപ്പനും മകനും തമ്മിലുള്ള ബന്ധമാണ് അവനും ബൈബിളും തമ്മിൽ. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ, 10,000 വചനങ്ങൾ കാണാതെ പഠിക്കാനുള്ള കൃപ ദൈവം കൊടുത്തു എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് അധ്യായങ്ങൾ കണക്കാണ് കാണാതെ പറയുന്നത്. 36,000 വചനമേ ഉള്ളൂ നമ്മുടെ ഈ ബൈബിളിൽ. അവന് 10,000-ലധികം വചനം കാണാതെ അറിയാം എന്ന് പറഞ്ഞാൽ അത് ചാപ്റ്റർ കണക്കിന് ഇങ്ങനെ കാണാതെ അറിയാം. അതെങ്ങനെ കുത്തിയിരുന്ന് കാണാതെ പഠിക്കുകയല്ല, മറിച്ച് കർത്താവിൻ്റെ ആത്മാവ് ചില സമയത്ത് രാത്രിയിലൊക്കെ എഴുന്നേപ്പിച്ചിട്ട് ഒരു ഭാഗം തുറക്കാൻ പ്രേരണ കൊടുക്കും, അല്ലെ ചില വാക്ക് എഴുതി കാണിക്കും. അപ്പോൾ അതെടുത്ത് തുറക്കും, ഒരു തവണ വായിക്കും, അത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത പോലെ പതിയും. അങ്ങനെയാണ് സംഭവം. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ പറയാൻ വന്നത്, ഇവൻ ദൈവവചനത്തെ ഇത്രയും ഗൗരവമായിട്ട് എടുക്കുന്ന അധികം പേരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഫ്ലൈറ്റിനൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത്, നമ്മൾ വേറെ വിദേശ രാജ്യങ്ങളിലൊക്കെ ധ്യാനത്തിന് പോകുന്ന സമയത്ത് ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നറിയാം, ഇവൻ്റെ ഹാൻഡ് ബാഗിൽ
ബൈബിൾ, ചെറിയൊരു ബാഗുണ്ട്, അത് ആ ഹാൻകാരി അവൻ ഈ ഫ്ലൈറ്റിൻ്റെ ലഗേജ് വെക്കാനുള്ള സ്ഥലത്ത് വെക്കില്ല, കൈ പിടിക്കത്തേ ഉള്ളൂ. എയർ ഹോസ്റ്റസ്മാരോട് ഒത്തിരി വഴക്കുണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പറയും എടുത്ത് വെക്കാം, അവൻ പറയും വെക്കത്തില്ല. എന്താ കാര്യം? അവൻ പറയും എൻ്റെ ബൈബിളാണ്, അതങ്ങനെ അവിടെ ഇവിടെയും കൊണ്ട് എറിയാനുള്ള സാധനമല്ല, അത് താഴെ വെക്കില്ല. അത്രയും പൂജ്യമായിട്ടാണ് അവനെ ഈ വചനം എന്ന് പറഞ്ഞാൽ ജീവിക്കുന്ന ഈ പുസ്തകം ജീവനുള്ളതാണെന്നാണ് അവൻ പറയുന്നത്. ഇതിനകത്ത് ജീവനുള്ള എൻ്റെ ദൈവമുണ്ട്, ദൈവം എന്നോട് സംസാരിക്കുന്ന എൻ്റെ ദൈവം എന്നോട് സംസാരിക്കുന്ന പുസ്തകമാണ്. അതുകൊണ്ട് അത്രയും ബഹുമാനം. ഞാൻ പറയാൻ വന്നത് ഇതാണ്, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ പറയാൻ വന്നത് അങ്ങനെ ഇത്രയും വചനം പഠിക്കുന്നത് ഇവൻ എന്താ സംഭവിക്കുക? ഇവനെ ദൈവം ഓരോ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകും. ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുക, അക്ഷരാർത്ഥത്തിൽ എഴുതി വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിക്കും അല്ലെ, 39 അങ്ങനെ എഴുതി, അവർ വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിക്കും. അപ്പോൾ എന്താ സംഭവിച്ച, ഭരണാധിപന്മാരുടെ മുമ്പിലും അവർക്ക് പ്രവേശനമുണ്ട്. ഇവന് ഭയങ്കര ഇഷ്ടമാണ് ഈ മെജുഗൂരിയായി പോകുന്നത്. മെജുഗൂരിയ എന്ന് പറയുന്നത് മാതാവ് വേളാങ്കണ്ണി പ്രത്യക്ഷപ്പെട്ട പോലെ, ലൂർദി പ്രത്യക്ഷപ്പെട്ട, ഫാത്തിമായി പ്രത്യക്ഷപ്പെട്ടതുപോലെ മാതാവ് പ്രത്യക്ഷപ്പെട്ട അപ്പാരീഷൻസ് ഉള്ളൊരു സ്ഥലമാണ് മെജുഗൂരിയ. യൂറോപ്പിലാണത്, ബോസ്നിയയിലാണ്. അപ്പോൾ ഈ മെജുഗോരിയയിൽ ഇവൻ അനേക തവണ പോയിട്ടുണ്ട്. അനേക തവണ എന്ന് പറഞ്ഞാൽ ഇപ്പം 14 തവണയാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. 14 തവണ. ഇനി അടുത്ത ഏപ്രിലിൽ 15ാമത്തെ തവണ പോവാണ്. അപ്പോൾ ഇതൊന്നും ടിക്കറ്റ് എടുത്തല്ല പോണേ, ഇതെല്ലാം കർത്താവ് കൊണ്ടുപോവാണ്. ഇവൻ ടിക്കറ്റ് എടുത്തിട്ടല്ല അവൻ പോകുന്നത്, കർത്താവ് കൊണ്ടുപോവാണ്. അങ്ങനെ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയോ? മെജുഗോരിയയിൽ മാർപ്പാപ്പയുടെ പ്രതിനിധിയായിട്ട് ഒരു ആർച്ച് ബിഷപ്പ് ഉണ്ട്. അവിടെ മാർപ്പാപ്പയുടെ പ്രതിനിധിയാണ്, നിസാരപ്പെട്ട ആളൊന്നുമല്ല. അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും വിലയിരുത്താനുമായിട്ട് മാർപ്പാപ്പ നിയോഗിച്ചിരിക്കുന്ന ആർച്ച് ബിഷപ്പാണ്. അദ്ദേഹം അവിടെയുണ്ട്. അദ്ദേഹത്തെ കാണാൻ എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവനും ആ പിതാവും കളിക്കൂട്ടുകാരെ പോലെയാണ്. ഇവൻ ഏത് സമയത്ത് ആരോടും ചോദിക്കാതെ അവിടെ കയറി ചെല്ലാം. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ആ പിതാവിൻ്റെ കഴുത്തെ കിടന്ന മാല ഊരി അവൻ്റെ കഴുത്ത് ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇതിട്ടുകൊണ്ട് നടക്കാൻ പറഞ്ഞു. ഇപ്പോൾ ആ മാല ഇട്ട് നടക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായി? അതായത് അത്യുന്നതൻ്റെ വചനം പഠിക്കുന്നവന് എന്താ ഗുണമുള്ളത്? വിദേശ രാജ്യങ്ങളിൽ അവൻ സഞ്ചരിക്കുന്നു, ഭരണാധിപന്മാരുടെ മുമ്പിൽ അവന് പ്രവേശനമുണ്ട് എന്ന് പറഞ്ഞ് ഈ പാവപ്പെട്ടവന്, ഈ കോട്ടയത്ത് ജനിച്ച് വളർന്ന കള്ളും കഞ്ചാവ് അടിച്ച് നടന്നുകൊണ്ടിരുന്ന പാവപ്പെട്ടവന് ഇന്ന് അവൻ ഉന്നതമായ സ്ഥാനം വഹിക്കുന്നവരുമായിട്ടാണ് അവൻ്റെ ചങ്ങാത്ത മുഴുവൻ. എന്തോന്നറിയാം? ഒറ്റ കാരണത്തിൻ്റെ പേരിലാണ്. എന്തിൻ്റെ പേരിലാ? ദൈവവചനത്തിൻ്റെ പേരിൽ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, നമുക്ക് ജ്ഞാനം തുറക്കപ്പെടുന്നത് ദൈവവചനത്തിലൂടെയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ തേക്കുതോട്ടിലുള്ള എനിക്ക് ജ്ഞാനം തുറക്കപ്പെട്ടാൽ എന്താ ഗുണമെന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ പള്ളിയിൽ പോയി നിൽക്കുമ്പോൾ നിങ്ങളുടെ അർപ്പിക്കുന്ന കുർബാനയ്ക്ക് വ്യത്യാസം ഉണ്ടാകുന്ന ഞാൻ പറഞ്ഞില്ലേ. അതായത് നമുക്ക് ഈ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവ് നമ്മളിൽ തുറക്കപ്പെട്ട് കഴിയുമ്പോൾ സംഭവിക്കുന്നത്, നമുക്ക് ദൈവിക രഹസ്യങ്ങളെക്കുറിച്ച് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ വ്യക്തത കിട്ടും. അപ്പം നമുക്ക് ദൈവസ്നേഹം അതിലൂടെ അനുഭവിക്കാൻ പറ്റും. ദൈവത്തിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യത്തെ അനുഭവിക്കാൻ പറ്റും. ദൈവിക രഹസ്യങ്ങൾ നമുക്ക് ഡ്രൈ സ്റ്റേറ്റ്മെൻറ്റുകളല്ലാതാവും, വരണ്ട ചില വാക്യങ്ങളായി മാറുന്നതിന് പകരം അതിന് ആത്മാവും ജീവനും ഉണ്ടാവാൻ തുടങ്ങും. അസ്ഥികളുടെ താഴ്വരയിൽ എസെക്കിയേൽ പ്രവചിച്ചപ്പോൾ അസ്ഥികൾ ജീവനുള്ളവരായിട്ട് എഴുന്നേൽക്കുന്ന ഒരു സൈന്യം പോലെ ദൈവത്തെ ആരാധിച്ചതുപോലെ ഈ വരണ്ട അസ്ഥികളിലേക്ക്, വരണ്ട ഹൃദയത്തിലേക്ക് ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവ് തുറക്കപ്പെട്ട് കഴിയുമ്പോൾ അത് നീർച്ചാൽ ഒഴുകുന്നത് പോലാണ്. അത് ആ വ്യക്തിയുടെ ജീവിതത്തെ മൊത്തം മാറ്റിമറിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ടാണ് ശ്രദ്ധിക്കണം, അതുകൊണ്ടാണ് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ മുമ്പിൽ നിന്ന് അപ്പം മുറിക്കുന്നതിന് മുമ്പ് യേശു വചനം മുറിച്ചത്. അപ്പം മുറിക്കുന്നതിന് മുമ്പ് വചനം മുറിച്ചതിൻ്റെ കാരണം, വചനം മുറിച്ച് ജ്ഞാനം വെളിപ്പെടുത്തിയിട്ടാണ് അപ്പം മുറിച്ച് തൻ്റെ സാന്നിധ്യം കൊടുത്തത്. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മൾ തിരുസഭയിൽ ഇന്ന് ചൊല്ലുന്ന പ്രാർത്ഥനകളും അനുഷ്ഠിക്കുന്ന കൂദാശകളും ഏറ്റെടുക്കുന്ന ആത്മീയ കാര്യങ്ങളും എല്ലാം പ്രകാശിപ്പിക്കപ്പെടുന്നത് ജ്ഞാനം നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോഴാണ്. അപ്പോഴാണ് അവർ അപ്പം മുറിച്ച സമയത്ത് അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടത്. ലൂക്കാ സുവിശേഷം എടുത്ത്, ലൂക്കാ സുവിശേഷത്തിൽ എമ്മാവൂസിലേക്ക് പോയി ശിഷ്യന്മാരുടെ കൂടെ യാത്ര ചെയ്തിട്ട് വായിക്കാം. ലൂക്കാ 24 24 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. നമുക്കെല്ലാം വായിക്കാൻ സമയമില്ലാത്തതാണ്. ലൂക്കാ 24 മുതൽ ഉറക്കെ വായിക്കാമോ? ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ചിലർ കല്ലറയിലേക്ക് പോയി, സ്ത്രീകൾ പറഞ്ഞതുപോലെ കണ്ടു, എന്നാൽ അവനെ അവർ കണ്ടില്ല. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു,
ഭോഷന്മാരെ. ശ്രദ്ധിക്കണം. ആരെയായി വിളിച്ചത് ഭോഷന്മാരെന്ന്? ആരെയാന്ന് അടുത്ത വാക്യത്തിലുണ്ട്. ഭോഷന്മാരെ ആരെയാ വിളിച്ചത്? പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ യേശു വിളിച്ച പേരാണ് ഭോഷന്മാർ. ആരെയും ഭോഷ എന്ന് വിളിക്കരുതെന്നും ഭോഷ എന്ന് വിളിച്ചാൽ നരകാഗ്നിക്ക് ഇരയായി തീരുമെന്ന് ഒരിക്കൽ പഠിപ്പിച്ച കർത്താവ് ജീവിതത്തിൽ ഒരു കൂട്ടം ആളുകളെ ഭോഷന്മാരെന്ന് വിളിച്ചു. ആരെയാ വിളിച്ചത്? പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ പറ്റാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവർ. ഇത് മനസ്സിലാക്കണം. അതായത് നമുക്ക് ഈ എഴുതപ്പെട്ട വചനത്തിലൂടെ ദൈവം വെളിപ്പെടുത്തി തന്ന സത്യങ്ങൾ, ഉദാഹരണത്തിന് ഒരു സത്യം എന്താണ്? അവിടുന്ന് കന്യകയിൽ നിന്ന് അവതരിച്ചു, മനുഷ്യാവതാരം, ഭേദം കൂടാതെ അവിടുന്ന്, അല്ലേ? നമ്മളങ്ങനല്ലേ, സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും, അല്ലേ? അത് ഞാൻ പോട്ടെ. അപ്പോൾ ഇങ്ങനെ ഭേദമില്ലാതെ, കന്യകാഭേദമില്ലാതെ, കന്യാത്വത്തിന് ഭംഗം വരാതെ അവൾ തൻ്റെ പുത്രനെ പ്രസവിച്ചു. അവൻ നമുക്ക് വേണ്ടി പീഡ സഹിച്ചു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അവൻ വീണ്ടും വരുമെന്ന് വാഗ്ദാനം ചെയ്തു. അവൻ്റെ നാമത്തിൽ പാപമോചനവും നിത്യജീവനും ഉണ്ട്. അവൻ്റെ ജീവനാണ് മാമോദീസായിലൂടെ ഒഴുക്കപ്പെട്ടത്. അവൻ നമ്മെ നീതീകരിച്ചു, വിശുദ്ധീകരിച്ചു, മഹത്വപ്പെടുത്തി. നമ്മൾ അവൻ്റെ തേജസ്സിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. നിത്യതയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അവൻ്റെ തേജസ് ധരിക്കുക എന്നാണ് അർത്ഥം. നമ്മുടെ ശരീരങ്ങൾ ഒരിക്കൽ രൂപാന്തരപ്പെടും. ഇതെല്ലാം സ്റ്റേറ്റ്മെൻറ്റുകളാണ്, വിശ്വാസ സത്യങ്ങളാണ്, വിശ്വാസ പ്രഖ്യാപനങ്ങളാണ്. ശ്രദ്ധിക്കാമോ? ഈ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഒരു വ്യക്തിക്ക് മജ്ജയും മാംസവും ധരിച്ച ജീവിക്കുന്ന വചനങ്ങളായിട്ട് മാറുന്നത്, ഡ്രൈ സ്റ്റേറ്റ്മെൻറ്റുകൾ, വരണ്ട ജലവാക്യങ്ങൾ, ജീവനുള്ള മജ്ജയും മാംസവും ഉള്ള അനുഭവമായിട്ട് ഒരാൾക്ക് മാറുന്നത് ജ്ഞാനവും വെളിപാടും തുറക്കപ്പെടുമ്പോഴാണ്. പറയാവോ ഹല്ലേലൂയ? ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ, അതായത് കർത്താവ് ഈശോ മിശിഹ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചു എന്ന വാക്യം കേൾക്കുമ്പോൾ, അത് വായിക്കുമ്പോൾ, ബൈബിളിൽ അത് കാണുമ്പോൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വായിക്കുമ്പോൾ ഒരാളുടെ ഹൃദയം തുടിക്കുകയും കണ്ണ് നിറയുകയും ഹൃദയം വികാരം കൊണ്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റിയിലേക്ക്, അതിൻ്റെ ആധിക്യത്തിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു അനുഭവമാണ് യഥാർത്ഥത്തിൽ ഓരോ കുർബാനയിലും നമുക്കുണ്ടാകേണ്ടത്. നമ്മളെ സംബന്ധിച്ച് നിർവിശേഷമായ, അതായത് നിർവികാരമായ, ഇൻഡിഫറൻ്റായ, നിർമ്മമതയോടെയുള്ള ഒരു അനുഭവം അല്ല നമുക്ക് ഇതിൽ നിന്നെല്ലാം ഉണ്ടാവേണ്ടത്. മനസ്സിലായില്ല? ഒരു മാമോദീസ നടക്കുമ്പോൾ നമ്മുടെ ഹൃദയം തുള്ളിച്ചാടുകയാണ് അത് കാണുമ്പോൾ. കാരണം എന്താണ്? ക്രിസ്തുവിൽ ഒരു വ്യക്തി പുതിയതായിട്ട് ജനിക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളിൽ ഒരുപാട് പേർക്ക് ഇതെല്ലാം അറിയാം, പക്ഷെ ഇതൊന്നും അനുഭവമല്ല. ഇതൊന്നും നമ്മളെ ചലിപ്പിക്കുന്നില്ല. ആത്മാക്കളെ നേടാനൊരു ദാഹമില്ല. യേശുവിനെ അറിയാത്തവരെ കുറിച്ചൊരു ഭാരമില്ല. കർത്താവിനെ പങ്കുവെക്കണമെന്നുള്ളൊരു വിചാരമില്ല. ഇതെല്ലാം എന്താ വരാത്തതെന്നറിയാം. അതായത് ഇതെല്ലാം ഡ്രൈ സെന്റൻസുകളാണ്. ഈശോ വീണ്ടും വരും. യേശു ഏകരക്ഷകനാണ്. പിന്നെ ഏകരക്ഷകനാണ്. വാട്ട് ഡു യു ഡു ഫോർ ദാറ്റ്? നീ അതിനുവേണ്ടി എന്നാ ചെയ്യുന്നു? നീ അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? യേശുവിനെ അറിയാത്തവര് നിത്യനാശത്തിൽ പോകും എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. എങ്കിൽ പിന്നെ നീ അതിനെ തടയാൻ നീ എന്ത് ചെയ്യുന്നു? പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു? അപ്പൊ ഈശോ പറയാണ്, പ്രവാചകന്മാർ അരുളി ചെയ്തത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവർ സമം. ആരാണത്? ഭോഷന്മാർ. പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്യപ്പെട്ട കാര്യങ്ങൾ വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? 27-ാമത്തെ വാക്യം ഉറക്കെ വായിച്ചേ. മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. വിശുദ്ധ ലിഖിതങ്ങളിൽ മോശ തുടങ്ങിയ എല്ലാ പ്രവാചകന്മാരും തന്നെക്കുറിച്ച് എഴുതിയിരുന്നതെല്ലാം അവൻ അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. കണ്ടോ? വചനം മുറിച്ച് കൊടുത്തു, വചനം വ്യക്തമാക്കി കൊടുത്തപ്പോൾ അടുത്ത കാര്യം എന്താണെന്നറിയോ? ഇവർ പറയുകയാണ്, നീ ഞങ്ങളെ വിട്ട് പോകരുത്. വചനം മുറിച്ച് കൊടുത്ത ഉടനെ അവരുടെ പ്രതികരണം എന്ന് പറയുന്നത്, നീ ഇന്ന് ഞങ്ങളുടെ കൂടെ താമസിക്കുക. കേട്ടോ? അപ്പം തന്നെ കൂടുള്ള ആളുടെ വ്യത്യസ്തതയെക്കുറിച്ച് എന്തോ ഒരു വ്യത്യാസം അവർക്ക് തോന്നി.
ഇതൊരു സാധാരണ ആളല്ലെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോഴും യേശുവാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷെ അവർക്ക് മനസ്സിലായി, കണ്ടോ, കൂടെ നിന്ന ആളുടെ നിലവാരം മാറി. ജ്ഞാനം കിട്ടിയപ്പം കൂടെ സഞ്ചരിച്ച ആളെ കണ്ട കാഴ്ചപ്പാട് മാറി. ഇത്രയും നേരം ഒരു വഴിപോക്കൻ, കൂടെ യാത്ര ചെയ്യുന്നവൻ. എന്നാൽ പറയുകയാണ് അവർ അവനെ നമ്മൾ മലയാളികൾ എന്ത് ചെയ്യും, കാഷ്വലായിട്ട് ഒരു ഔപചാരികതയ്ക്ക് വേണ്ടി, ഒരു മര്യാദയ്ക്ക് വേണ്ടി നമ്മൾ പറയും, ഇന്ന് രാത്രി ആയാലും ഇവിടെ കിടക്കുന്നോ, ഒരു മര്യാദയ്ക്ക് അല്ലേ, ഭക്ഷണം കഴിച്ചാണോ, കഴിക്കുന്നോ, ഒരു മര്യാദയ്ക്ക്. അവരെങ്ങാനും കഴിച്ചില്ല കഴിക്കുന്നു പറഞ്ഞാൽ നമ്മുടെ കാറ്റ് പോയി അല്ലേ. എന്തെങ്കിലും കുടിക്കാൻ വേണോ, ആ വേണം, സൂപ്പ് വേണം എന്നെങ്ങാണ് അവർ പറഞ്ഞാലോ, അതോടെ നമ്മൾ തീർന്നു. നമ്മൾ വെറുതെ ചോദിച്ചാണ് അല്ലേ, വെറുതെ ചോദിച്ചാണ്. മലയാളിക്ക് അങ്ങനെ നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ ഒരു കാര്യം പറയാം. മലയാളിക്ക് 24 സവിശേഷതകൾ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഒരു സവിശേഷതയാണ് മലയാളി വെറുതെ ചുമ്മാ കാര്യങ്ങൾ ചോദിക്കും. വെറുതെ ചോദിക്കാൻ വേണ്ടി ചോദിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ, ചുമ്മാ ഒന്നും ചോദിക്കാനില്ല അതുകൊണ്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ നടക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങളെ കാണുന്ന ചേട്ടൻ ചോദിക്കും, നടക്കാൻ പോവാണോ? അല്ല, യുദ്ധം ചെയ്യാൻ പോവാണ്. ചുമ്മാ ചോദിക്കുന്ന ഇത്. എന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് അവൻ്റെ നടപ്പ് എന്ന് പറഞ്ഞിട്ട് പോവുകയും ചെയ്യും. നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, പള്ളിമേടയിൽ അച്ഛൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, കപ്പപ്പുഴുക്കും പിന്നെ ചമ്മന്തിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അച്ഛാ കപ്പ തിന്നുവാണോ? അല്ല, ആനക്കൊമ്പ് മുറിച്ച് ഒഴുങ്ങി തിന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, നമ്മളങ്ങനെ പറയില്ല, പക്ഷേ ഇത് ചുമ്മാ ചോദിക്കുന്നതാണ്, വെറുതെ അല്ലേ, വെറുതെ ചോദിക്കുന്നതാണ്. ആ പത്രം വായിക്കുകയാണോ? അല്ല, പത്രം വായിക്കുകയല്ല, ഓസോം പള്ളിയിലെ വിള്ളലുകൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വെറുതെ ചോദിക്കുന്നതാണ് ഇത്. ഇങ്ങനെ വെറുതെ ചോദിച്ചല്ല ഇത്. വെറുതെ ചോദിക്കുന്നവർ നിർബന്ധിക്കുമോ, വല്ലതും കഴിച്ചിട്ട് പോവാം, വല്ലതും കഴിച്ചിട്ട് പോവാം. അപ്പോൾ ഇല്ല, ഞങ്ങൾ കഴിച്ചാൽ എന്നാൽ പിന്നെ നാളെ കാണാം കേട്ടോ എന്ന് അങ്ങനെ പറയത്തുള്ളൂ. എന്നാൽ ഇവരെന്ത് ചെയ്തു, അവരെത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോട് കൂടെ താമസിക്കാൻ, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായി, ഈ ആള് കൊള്ളാം, ഈ ആളുടെ കൂടെ നടന്ന് കാര്യമുണ്ട്, വെളിപ്പെടുത്തലുകൾ കിട്ടുന്നുണ്ട്, ബോധ്യങ്ങൾ കിട്ടുന്നുണ്ട്. അവർ കൂടെ നടന്ന യാത്രക്കാരനെ കണ്ട വിധം, കണ്ട ഭാവം, അതിൻ്റെ ആ കാഴ്ചപ്പാട്, പെർസ്പെക്റ്റീവ് മാറി. ഇത് കഴിഞ്ഞിട്ടാണ് ഈശോ അപ്പം എടുത്ത് അത് മുറിച്ച് അവർ അത്താഴത്തിനിരിക്കുമ്പോൾ യേശു പെട്ടെന്ന് ആതിഥേയനായി മാറുകയും അവൻ അപ്പം എടുത്ത് മുറിച്ച് കൊടുക്കുമ്പോൾ, അപ്പം മുറിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. ഓരോ പരിശുദ്ധ കുർബാനയിലും നമുക്ക് കൂടുതൽ ദൈവാനുഭവം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യുന്നറിയാം, നല്ല വചനത്തിൻ്റെ അടിത്തറ ഉണ്ടാവണം. പറഞ്ഞേ ഹല്ലേലൂയ. നല്ല വചനത്തിൻ്റെ അടിത്തറ. സമറിയാക്കാരിയോട് ഈശോ പറഞ്ഞു, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങളാകട്ടെ അറിയുന്നതിനെ ആരാധിക്കുന്നു. കണ്ടോ, ആരാധനയ്ക്ക് മുമ്പ് ഒരറിവുണ്ട്, ആരാധനയ്ക്ക് മുമ്പ് ചിലത് അറിയേണ്ടതുണ്ട്. എന്താണ് നമ്മൾ പാടുന്നത്, എന്താണ് പ്രാർത്ഥിക്കുന്നത്, ഇതിനെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ ആ ബോധ്യം, അപ്പോൾ അത് വചനം പഠിച്ചാൽ മാത്രമേ കിട്ടൂ. അതിന് നിങ്ങൾ ആരും പഠിപ്പിക്കണ്ട. എന്ത് ചെയ്യണം, ഇതിനെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഇത് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആര് പഠിപ്പിക്കും? പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും എന്നല്ലേ പറഞ്ഞേ. യോഹന്നാൻ 14 അങ്ങനല്ലേ പറഞ്ഞു എടുത്തേത്. യോഹന്നാൻ 14 പറയുന്നുണ്ട്, അവൻ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും, എല്ലാ കാര്യങ്ങളും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വായിച്ചേ യോഹന്നാൻ 14-ാം അധ്യായം 26-ാമത്തെ വാക്യം. 26-ാമത്തെ യോഹന്നാൻ 14:26 വായിച്ചേ. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഒരിക്കലൂടെ വായിക്കാമോ? എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. 1 യോഹന്നാൻ 2-ാം അധ്യായം 27-ാമത്തെ വാക്യം. 1 യോഹന്നാൻ 2:27 വായിച്ചേ. 1 യോഹന്നാൻ 2:27 വായിക്കാമോ? ക്രിസ്തുവിൽ നിന്ന് 1 യോഹന്നാൻ 2:27 എല്ലാവരും എടുത്ത് വായിച്ചേ. 1 യോഹന്നാൻ 2:27 വായിക്കാമോ? ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു, അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. അവൻ്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളെ പഠിപ്പിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത് പൗലോസ് അപ്പോസ്തലനിൽ നിന്നാണ്. പൗലോസ് അപ്പോസ്തലൻ എങ്ങനെ പഠിച്ചത്? ഗലാത്യ ലേഖനം 1-ാം അധ്യായം 11-12. ഗലാത്യർ 1:11-12 വായിക്കാമോ? ഗലാത്യർ 1:11-12. സഹോദരരെ, ഞാൻ പ്രസംഗിച്ച സുവിശേഷം
മാനുഷികമല്ല എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ നിന്ന് പഠിച്ചതല്ലെന്ന്. ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷം മനുഷ്യരിൽ നിന്ന് പഠിച്ചതല്ല. എന്തെന്നാൽ മനുഷ്യനിൽ നിന്നല്ല ഞാനത് സ്വീകരിച്ചത്. ഗലാത്യർ 1:12 വായിച്ചേ. എന്തെന്നാൽ മനുഷ്യനിൽ നിന്നല്ല ഞാനത് സ്വീകരിച്ചത്, ആരും അതെന്നെ പഠിപ്പിച്ചതുമില്ല, യേശുക്രിസ്തുവിന്റെ വെളിപാടിലൂടെയാണ് അതെനിക്ക് ലഭിച്ചത്. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? യേശുക്രിസ്തുവിന്റെ വെളിപാട്. ഹെബ്രായ ലേഖനം 8 എടുത്തേ. ഹെബ്രായർ 8 ഒത്തിരി വചനമുണ്ട്. ഈ ദൈവം പഠിപ്പിക്കും. ഹെബ്രായ ലേഖനം 8-ാം അധ്യായം. ഹെബ്രായർ 8 പുതിയ ഉടമ്പടിയെ കുറിച്ച് പറയുമ്പോൾ ഹെബ്രായർ 8:11. ഹെബ്രായർ 8:11 വായിച്ചേ. ഹെബ്രായർ 8:11 വായിക്കാമോ? ആരും തൻ്റെ സഹപൗരനെയോ സഹോദരനെയോ കർത്താവിനെ അറിയുക എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ടതില്ല. കണ്ടോ? ആരും തങ്ങളുടെ സഹോദരനെയോ സഹപൗരനെയോ കർത്താവിനെ അറിയുക എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ടതില്ല. വായിക്കാമോ? എന്തെന്നാൽ അവരിലെ ഏറ്റവും ചെറിയവൻ മുതൽ ഏറ്റവും വലിയവൻ വരെ എല്ലാവരും എന്നെ അറിയും. വേറൊരു വചനമുണ്ട്, അവരെല്ലാം ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അതായത് ഈ തിരുവെഴുത്തുകളെ കുറിച്ചുള്ള അറിവാണ് നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവവചനം പഠിക്കുമ്പോൾ കൂദാശകളിലൂടെ ദൈവം നേരിട്ട് ഇറങ്ങി വരുന്നത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. ദൈവവചനം കണ്ണ് തുറന്നാലേ അത് അനുഭവിക്കാൻ പറ്റൂ. ഞാനതിന് ഏറ്റവും ക്ലാസിക്കലായ ഒരു ഉദാഹരണം ഞാൻ ബൈബിളിൽ നിന്ന് കണ്ടത് ഞാൻ നിങ്ങളോട് പറയാം. വേറെ ഉദാഹരണം ഉണ്ടാവും. ക്ലാസിക്കൽ എന്ന് ഞാൻ പറയുമ്പോൾ വേറെ ഉണ്ടാവാം. എനിക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നിയെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, എനിക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നിയൊരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. അതായത് ദൈവവചനം അറിഞ്ഞാൽ കൂദാശയെ സംബന്ധിക്കുന്ന ഒരു വ്യക്തിയുടെ കണ്ണ് തുറക്കപ്പെടും. അപ്പം അങ്ങനെ കണ്ണ് തുറക്കപ്പെടുന്ന സമയത്ത് ആ വ്യക്തി മറ്റൊരാൾ കുർബാന സ്വീകരിക്കുന്നത് പോലെ അല്ല കുർബാന സ്വീകരിക്കുന്നത്. ആ വ്യക്തി പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിക്ക് മറ്റുള്ളവർക്ക് കിട്ടാത്തത് പലതും ഈ വ്യക്തിക്ക് കിട്ടും ആ കുർബാന സ്വീകരണത്തിലൂടെ. അപ്പം അതെന്താണ്? ഞാനൊരു ഉദാഹരണം പറയാം. അതായത് ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 13-ാമത്തെ അധ്യായത്തിൽ 10 മുതലുള്ള തിരുവചനം. ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള തിരുവചനം. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ലൂക്ക 13:10 മുതൽ വായിക്കാവോ? ഒരു സാബത്തിൽ അവനൊരു സിനഗോഗിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നു. 18 വർഷമായി ഒരാത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവൾ അവിടെ ഉണ്ടായിരുന്നു. മതി, ഇനി പിന്നെ വായിക്കാം, താഴോട്ട് വായിക്കണം. ഇവിടെ ഒരു സ്ത്രീ അവതരിപ്പിക്കുകയാണ്. ഈ സ്ത്രീയെ നിങ്ങൾ കണ്ടുമുട്ടിയത്, ഇതൊരു സിനിമയാണെങ്കിൽ ഈ സിനിമയുടെ ക്യാമറ ഈ സ്ത്രീയിൽ ഫോക്കസ് ചെയ്ത് ആദ്യമായിട്ട് പ്രേക്ഷകർ ഈ സ്ത്രീയെ കണ്ടപ്പോൾ ആ സ്ത്രീ എവിടെയായിരുന്നു? എവിടെയായിരുന്നു? പറ. സിനഗോഗിൽ. സിനഗോഗ് എന്ന് പറഞ്ഞാൽ എന്താ അവരുടെ? അപ്പൊ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാലോ പള്ളിയിലായിരുന്നു. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ പ്രാർത്ഥനാ കേന്ദ്രത്തിൽ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ പള്ളിയിലായിരുന്നു. പള്ളി വെച്ചാണ്. അതായത് ഈ ചേച്ചി ഇരിക്കുന്നത് പള്ളിക്കകത്താണ്. അപ്പൊ ഈ ചേച്ചിയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ സഹോദരി, ഈ അമ്മ എല്ലാ ആഴ്ചയും മുടങ്ങാതെ എല്ലാ ശനിയാഴ്ചയും സിനഗോഗിൽ വന്നുകൊണ്ടിരുന്ന ഒരു ചേച്ചിയാവണം. അപ്പൊ ഈ ചേച്ചി അല്ലാതെ യേശു വന്നു എന്നറിഞ്ഞ് വന്നൊന്നുമല്ല. കാരണം യേശു വന്നെന്നറിഞ്ഞ് അവൾ പ്രത്യേകിച്ച് ഒരു ഭാവവ്യത്യാസവും പ്രകടിപ്പിക്കുന്നത് കാണുന്നില്ല. യേശുവെ എന്ന് വിളിക്കുന്നതോ നോട്ട് ചെയ്യാൻ വേണ്ടി അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഒന്നും കാണുന്നില്ല നമ്മൾ. ഈ സ്ത്രീ എല്ലാ ശനിയാഴ്ചയും വരുന്നത് പോലെ ആ ശനിയാഴ്ചയും സിനഗോഗിൽ വന്നു. അപ്പം നമ്മൾ ഈ സ്ത്രീയെ കാണുന്നത് ഒരു പള്ളിക്കകത്ത് വെച്ചാണ്. പക്ഷേ പള്ളിക്കകത്തിരിക്കുമ്പോഴും ആ സ്ത്രീ 18 കൊല്ലമായിട്ട്, കഴിഞ്ഞ 18 കൊല്ലമായിട്ട് ഈ സ്ത്രീ കൂനിയാണ്. പള്ളിക്കകത്തിരിക്കുമ്പോഴും 18 കൊല്ലമായിട്ട് ഈ സ്ത്രീ കൂനിയാണ്, നിവർന്നു നിൽക്കാൻ പറ്റുന്നില്ല. വേറൊരു ഉദാഹരണമുണ്ട്, അതിലേക്ക് പോകണ്ട, കേട്ടാ മതി. യോഹന്നാന്റെ സുവിശേഷത്തെ നമ്മൾ വായിക്കുന്നുണ്ട്. 5-ാമത്തെ അധ്യായത്തിൽ 38 വർഷമായിട്ട് ഒരാൾ തളർന്നു കിടന്നു. അയാളുടെ അടുത്തേക്ക് യേശു വന്നു. അയാൾ തളർന്നു കിടന്ന എവിടെയാണ്? ബെത്സദ കുളത്തിന്റെ കരയിൽ. ബെത്സൈദ അല്ല, ബെത്സൈദ ഒരു ഗ്രാമമാണ്. ഇത് ബെത്സദ എന്ന് പറയുന്ന കുളത്തിന്റെ കരയിൽ അയാൾ കിടക്കാണ്. ആ കുളത്തിന്റെ പ്രത്യേകത എന്താണ്? ആ കുളം സുഖപ്പെടുത്തുന്ന കുളമാണ്. സുഖപ്പെടുത്തുന്ന കുളത്തിന്റെ കരയിലാണ് ഒരാൾ 38 കൊല്ലമായിട്ട് സുഖപ്പെടാതെ കിടക്കുന്നത്. ഈ കൂനിയെ നോക്ക് നിങ്ങൾ. ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന പള്ളിക്കകത്താണ് ഈ സ്ത്രീ 18 കൊല്ലമായിട്ട് കൂനിയിരിക്കുന്നത്.
ദൈവദൂതൻ ഇറങ്ങി വന്ന് കുളം കലക്കുന്ന ഒരു കുളത്തിന്റെ കരയിലാണ് ഈ പാവപ്പെട്ടവൻ 38 കൊല്ലമായിട്ട് തളർന്നു കിടക്കുന്ന നിരാലംബനും നിരാധാരനുമായി കിടക്കുന്നത്. അപ്പൊ അതൊരു സൂചനയാണ്, അപ്പോൾ അതൊരു മുന്നറിയിപ്പാണ്, അപ്പോൾ അത് നമുക്ക് നേരെയുള്ളൊരു ചോദ്യചിഹ്നമാണ്. ഇതെന്റെ അവസ്ഥ ആകാം, നിങ്ങളുടെ അവസ്ഥയാകാം. സുഖപ്പെടുത്തുന്ന ഒരു കുളമാണ് സഭ, സുഖപ്പെടുത്തുന്ന ഒരു സിനഗോഗാണ് സഭ. സഭയെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇടവക, പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് നിങ്ങളുടെ ഇടവക. കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ സൗഖ്യത്തിന്റെ കൂദാശകൾ എന്ന് പറഞ്ഞ് 2 കൂദാശകളെ പരിചയപ്പെടുത്തും. ഒന്ന് കുംഭസാരം, 2 രോഗീലേപനം. അതിന്റെ കൂട്ടത്തിൽ ഒന്നുകൂടെ തിരുസഭ പറയും, സുഖപ്പെടുത്തുന്ന കൂദാശ ടൈറ്റിൽ കീഴിലല്ല, പക്ഷെ വിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുമ്പോഴും പറയും അത് സുഖപ്പെടുത്തുന്ന കൂദാശയാണെന്ന് പറയും. അപ്പൊ ചുരുക്കത്തിൽ തിരുസഭ പഠിപ്പിക്കുകയാണ്, സുഖപ്പെടുത്തുന്ന 3 കൂദാശകൾ നടക്കുന്ന പള്ളിക്കകത്ത് നമുക്ക് വർഷങ്ങളായിട്ട് സുഖപ്പെടാതെ ജീവിക്കാം. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. വർഷങ്ങളായിട്ട് സുഖപ്പെടാതെ ജീവിക്കാം, സുഖപ്പെടാതെ കൂനിയിരിക്കാം, ഈ ബന്ധനം കൊണ്ടിരിക്കാം, ഈ തകർച്ചയും കൊണ്ടിരിക്കാം, അങ്ങനെ തന്നെ ജീവിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ ഒരു ചേച്ചി ഈ സിനഗോഗിൽ ഇരിക്കുന്ന സമയത്ത് വായിക്കാം, 18 വർഷമായി ഒരു ആത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവൾ അവിടെ ഉണ്ടായിരുന്നു. 12ാമത്തെ വാക്യം, യേശു അവളെ കണ്ടപ്പോൾ. ചോദ്യം, അവൾ യേശുവിനെ കണ്ടപ്പോഴാണോ യേശു അവളെ കണ്ടപ്പോഴാണോ? അതായത് ഈ ഒരു രോഗശാന്തിക്ക് ഒരു ഇത്തിരി വ്യത്യാസമുണ്ട്. ഇതുണ്ട്. ഇതുപോലെ തന്നെ ഈ കൈ ശോഷിച്ച ഒരു മനുഷ്യനെയും ഇതുപോലെ തന്നെയാണ്, അതും സിനഗോഗിലാണ്, വേറൊരു സുവിശേഷത്തിലാണ്. കൈ ശോഷിച്ച ഒരു മകൻ, അത് അയാൾ യേശുവിനോട് പറയുകയല്ല, മറിച്ച് യേശു അങ്ങോട്ട് പറയുകയാണ്. കൈ ശോഷിച്ച ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു, അവനെ കണ്ടപ്പോൾ യേശു പറഞ്ഞു, നടുവിലേക്ക് വന്ന് നിൽക്കുക. ഈ കൂനിയായ സഹോദരിയുടെ കാര്യത്തിലും അത് ശരിയാണ്. ഈ കൂനിയായ സ്ത്രീയെ കണ്ടപ്പോൾ യേശു അവളോട് പറഞ്ഞു സ്ത്രീയെ, അപ്പൊ യേശു അവളെ കണ്ടപ്പോൾ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, സ്ത്രീയെ നിന്റെ രോഗത്തിൽ നിന്ന് മോചിക്കപ്പെട്ടു. അപ്പൊ ഈ 2 കഥയല്ല, ഈ 2 സംഭവം, രോഗശാന്തി സംഭവങ്ങളിലുള്ള വ്യത്യസ്തത എന്ന് പറയുന്നത്, യേശു അങ്ങോട്ട് ചെന്ന് ഓഫർ ചെയ്യുകയാണ് സൗഖ്യം. അവരിങ്ങോട്ട് വന്ന് ചോദിച്ചിട്ടല്ല. ഇവിടെ ഇവർ വിശ്വസിക്കുന്നില്ല, ചോദിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഇവരിവിടെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് ഒരു പരിശ്രമവും ഇല്ല. കുഷ്ഠരോഗി ചെയ്തതുപോലോ അന്ധൻ ചെയ്തോ ബർത്തമീസ് ചെയ്തതുപോലോ ഒന്നും ഇവർ ചെന്ന് ഈശോയോട് സുഖപ്പെടുത്താൻ പറയുന്നില്ല. എന്നാൽ ഈ കൂനിയായ ചേച്ചിയുടെ പ്രത്യേകത, അവളൊന്നും പറയാതെ അവൾ എന്നത്തെയും പോലെ ആ ദിവസവും അവൾ ആ സിനഗോഗിലെ ബെഞ്ചിലിരുന്ന് അവൾ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. യേശു അവളെ കണ്ടപ്പോൾ അടുത്തു വിളിച്ച് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിതയായിരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവ് എന്ത് ചെയ്തു? അവളുടെ മേൽ കൈകൾ വെച്ചു. തൽക്ഷണം അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ ഇവിടെ നമ്മൾ കാണേണ്ടത്, അടുത്ത് വായിക്കാൻ പോവാണ് ഈ ടെക്സ്റ്റ്. ഇവിടെ നമ്മൾ കാണേണ്ടത് എന്താണ്? ഇത് ഈശോ അങ്ങോട്ട് ചെന്ന് സൗഖ്യം കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കണം, വായനക്കാരെന്ന നിലയിൽ നമ്മൾ പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം, പരിശുദ്ധാത്മാവേ, ഇതെന്താണ്? ഇവർ വിശ്വസിച്ചിട്ടില്ല, ഇവർ ചോദിച്ചിട്ടില്ല, ഒരാഗ്രഹം പോലും പ്രകടിപ്പിച്ചിട്ടില്ല, വെറുതെ ഇങ്ങനെ വന്നിരുന്നതേ ഉള്ളൂ. പക്ഷേ നീ അങ്ങോട്ട് ചെന്ന് സൗഖ്യം കൊടുത്തത് എന്തുകൊണ്ടാണ്? അപ്പൊ ആ ഉത്തരവും ആ ചോദ്യം നമ്മുടെ സംഭവം കഴിഞ്ഞു, സൗഖ്യം കിട്ടിക്കഴിഞ്ഞു, ചേച്ചി വീട്ടിലും പോയി. പക്ഷേ ചോദ്യം നമ്മുടെ മനസ്സിൽ കിടക്കുകയാണ്. അതുകൊണ്ട് താഴോട്ട് വായിക്കാം, ഉത്തരം കിട്ടുമോ എന്നറിയാൻ താഴോട്ട് വായിക്കാം. യേശു സാബത്തിൽ രോഗം സുഖപ്പെടുത്തിയതിൽ കോപിച്ച് സിനഗോഗ് അധികാരി ജനങ്ങളോട് പറഞ്ഞു, ജോലി ചെയ്യാവുന്ന 6 ദിവസങ്ങളുണ്ട്, ആ ദിവസങ്ങളിൽ വന്ന് രോഗശാന്തി നേടിക്കൊള്ളുക, സാബത്ത് ദിവസം പാടില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, കപടനാട്യക്കാരെ, നിങ്ങൾ ഓരോരുത്തരും സാബത്തിൽ കാളയെയോ കഴുതയെയോ തൊഴുത്തിൽ നിന്നഴിച്ച് വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോകുന്നില്ലേ? അപ്പോ ഉടനെ എന്ത് ചെയ്തു? ഈ സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ സിനഗോഗ് അധികാരി കോപിച്ചു. പള്ളിപ്രമാണിക്ക് കോപമുണ്ടായി. അപ്പൊ പ്രമാണി പറഞ്ഞു, ഇതിവിടെ പറ്റില്ല. 6 ദിവസങ്ങളുണ്ട് ജോലി ചെയ്യാൻ, ഞായർ മുതൽ വെള്ളി വരെ. അന്ന് വന്ന് സുഖപ്പെട്ട് പൊക്കോണം, അല്ലാതെ ഈ സാബത്ത് ദിവസം പറ്റില്ല. ഇത് കേട്ട് കഴിയുമ്പോൾ യേശു അദ്ദേഹത്തെ വിളിക്കുകയാണ്, സിനഗോഗ് അധികാരി വിളിക്കുകയാണ്, അവരുൾപ്പെടുന്ന ആ സമൂഹത്തെ വിളിക്കുക, ചോദ്യമുള്ള എല്ലാവരെയും വിളിക്കുകയാണ്. കപടനാട്യക്കാരെ, യു ഹിപ്പോക്രിറ്റ്,
കപടനാട്യക്കാര്, മാസ്ക് അണിഞ്ഞവര്, സത്യം ഗ്രഹിക്കാത്തവര്, സത്യം സ്വീകരിക്കാത്തവര്, നിങ്ങളുടെ കാളയോ കഴുതയോ അതിന് വിശക്ക് ഇതാക്കുകയും ചെയ്യുമ്പോൾ സാപത്താണെന്ന് കരുതി നിങ്ങളതിന് വെള്ളം കൊടുക്കാതിരിക്കുന്നുണ്ടോ? അടുത്തത് സുവിശേഷത്തിലെ വിപ്ലവാത്മകമായ സെന്റൻസുകളിൽ ഒന്നാണ്. 18 വർഷമായി സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന അബ്രാഹത്തിന്റെ ഈ മകളെ സാബത്ത് ദിവസം അഴിച്ചുവിടേണ്ടതില്ലെന്നോ? ചോദ്യത്തെ, ഈ സെന്റൻസിനെ മറ്റൊരു വിധത്തിൽ ഞാൻ അതിനെ ഒന്ന് പരാവർത്തനം ചെയ്യാൻ പോവാണ്. സെന്റൻസിന്റെ ഫ്രെയിം ഒന്ന് മാറ്റാൻ പോവാണ്, സെന്റൻസിനെ ഒന്ന് മാറ്റാൻ പോവാണ്. ആശയം അത് തന്നെ, പക്ഷെ സെന്റൻസിനെ മാറ്റാൻ പോവാണ്. യേശു പറഞ്ഞ സെന്റൻസ് ഇതാണ്: കാളയോ കഴുതയോ തൊഴുത്തിൽ നിന്ന് അഴിച്ച് സാബത്ത് ദിവസം നിങ്ങൾ വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കപടനാട്യക്കാരെ, 18 കൊല്ലമായിട്ട് സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന അബ്രാഹത്തിന്റെ മകളെ സാബത്ത് ദിവസം ഞാൻ അഴിച്ചു വിടേണ്ടതില്ലെന്നോ? ഇതാണ് യേശുവിന്റെ സെന്റൻസ്. മനസ്സിലാകാൻ വേണ്ടി ആ സെന്റൻസിനെ വേറൊരു വിധത്തിൽ ഞാൻ പറയുകയാണ്. 18 കൊല്ലമായി സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന അബ്രാഹത്തിന്റെ ഈ മകളെ അഴിച്ചു വിടാനാണ് നമ്മുടെ സാബത്തുകൾ. യേശു എന്താ ഉദ്ദേശിച്ചെന്നറിയാമോ? യേശു പറയുകയാണ്, 18 കൊല്ലമായി സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന അബ്രാഹത്തിന്റെ ഈ മകളെ അഴിച്ചുവിടാനാണ് നിങ്ങളുടെ ഞായറാഴ്ച ആചരണങ്ങൾ, നിങ്ങളുടെ ഇടവക പള്ളികൾ. എന്തിനു നമ്മൾ പള്ളി വെച്ചു? പള്ളി വെച്ചത് സാത്താൻ വർഷങ്ങളായി ബന്ധിച്ചിട്ടിരുന്നവരെ അഴിച്ചുവിടാനായിരുന്നു നമ്മുടെ പള്ളികൾ. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ഇത് ആര് ചെന്ന് അഴിക്കൊന്നും വേണ്ട, തന്നെ അഴിഞ്ഞു പോവും. എപ്പോൾ? അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇപ്പൊ ഇവിടെ ഈ കൂനിയായ ചേച്ചി സാപത്തിൽ വന്ന് അവിടെ ഇരുന്നതേ ഉള്ളൂ. ഇത്രയും കാലം സാപത്തിൽ വന്നിരുന്നപ്പോൾ ഇവൾക്ക് സൗഖ്യം കിട്ടാതിരുന്നതും ഇപ്പോൾ സൗഖ്യം കിട്ടിയതും അതിനൊരു കാരണമുണ്ട്. ഇത്രയും നാൾ അവൾ സിനഗോഗിൽ ഇരുന്നപ്പോ, ഈ സാപത്തിൽ സിനഗോഗിൽ വന്നിരുന്നപ്പോ അവിടെ യേശു ഉണ്ടായിരുന്നില്ല. ഇത്രയും കാലവും അവളുടെ മനസ്സിന്റെ വിചാരങ്ങളുടെ, സ്വപ്നങ്ങളുടെ, ബോധ്യങ്ങളുടെ സിനഗോഗുകളിൽ യേശു ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് ഹീസ് അലൈവ്, ഇന്ന് അവൻ ജീവനോടെ അവിടെ നിൽപ്പുണ്ട് എന്ന് അവൾ കണ്ടു. അത്രേ ഉള്ളൂ. അവള് വേറെ പറഞ്ഞൊന്നുമില്ല. ഇന്ന് അവൻ ജീവനോടെ അവിടെ ഉണ്ട്. ഹീസ് അലൈവ്. എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം, ഞാൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും മനസ്സിലാക്കണം നിങ്ങൾ. അതായത് ഇന്ന് യേശു അവിടെ ഉണ്ട്. ഇന്നലെ വരെ യേശു അവിടെ ഇല്ല. ഇന്നലെ കഴിഞ്ഞ സാപത്തിൽ വന്നപ്പോൾ യേശു അവിടെ ഇല്ല. ഇന്നത്തെ വ്യത്യാസം എന്താ? ഇന്ന് യേശു അവിടെ ഉണ്ട് എന്നതാണ് അവിടുത്തെ വ്യത്യാസം. മനസ്സിലായോ? യേശു അവിടെ ഉണ്ട്. യേശു അവിടെ ഉണ്ടെന്ന് കരുതി സുഖപ്പെടുത്തുമോ? യേശു അവിടെ ഉണ്ടെന്ന് കരുതി സുഖപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? അപ്പൊ അത് നമുക്ക് കണ്ടുപിടിക്കാം. അതിനു മുമ്പ് ഈ കൂനിയായ സ്ത്രീക്ക് സൗഖ്യം കിട്ടിയതിൻ്റെ ആദ്യത്തെ കാരണം ജീവനോടെ അവൾ യേശുവിനെ കണ്ടു എന്നതാണ്. ജീവനോടെ അവൾ യേശുവിനെ കണ്ടു, യേശു അവളെയും കണ്ടു. അവൾ യേശുവിനെ കണ്ടു, ചോദിച്ചില്ല, പറഞ്ഞില്ല, ആവശ്യപ്പെട്ടില്ല, കരഞ്ഞില്ല, ഓടിച്ചെന്നില്ല. ജസ്റ്റ് യേശു അവിടെ ഉണ്ട് എന്ന സത്യം അവൾ അംഗീകരിച്ചു. വേറൊന്നും ചെയ്തിട്ടില്ല. നിങ്ങളിത് മനസ്സിലാക്കട്ടെ, ഇതിൻ്റെ ഗ്രാവിറ്റി നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ വലുതാണ്. യേശു അവിടെ ഉണ്ട് എന്ന സത്യം അവൾ അംഗീകരിച്ചു. അത്രയേ ഉള്ളൂ. അതായത് അവൾക്ക് വേണമെങ്കിൽ യേശുവിനെ നോക്കാതൊക്കെ ഇരിക്കാം, മൈൻഡ് ചെയ്യാതിരിക്കാം. പക്ഷേ അവൾക്ക് യേശു അവിടെ ഉണ്ട്. ചോദിച്ചില്ല, ആവശ്യപ്പെട്ടില്ല, യാചിച്ചില്ല. പക്ഷേ ഷീ സിംപ്ലി അക്നോളജ്ഡ് ദ പ്രസൻസ് ഓഫ് ജീസസ് അമംഗ് ദം. യേശുവിൻ്റെ പരമപവിത്ര പരിശുദ്ധ സാന്നിധ്യത്തെ അവൾ അങ്ങ് സമ്മതിച്ചു, അംഗീകരിച്ചു. അവിടെ ഉണ്ടെന്ന് അവൾ വിശ്വസിച്ചു, അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യത്തെ അവൾ അംഗീകരിച്ചു. അങ്ങനെ പറ. നമുക്ക് പറ്റുന്നത് എന്തെന്നറിയാം? നമുക്ക് പറ്റുന്നത് യേശു അവിടെ ഉണ്ടെന്ന് നമ്മുടെ ഹൃദയം അങ്ങോട്ട് സമ്മതിക്കുന്നില്ല. ബുദ്ധി സമ്മതിക്കുന്നുണ്ട്, നമ്മുടെ ഹൃദയം അങ്ങോട്ട്. ഈ നമ്മൾ ചെന്നിട്ട് നിരനിരയായി ചെന്ന് നാവ് നീട്ടുമ്പോൾ ഇത് യേശുവാണ് എന്ന് ബുദ്ധി സമ്മതിക്കുന്നുണ്ട്, ഉള്ളങ്ങോട്ട് സമ്മതിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? യേശു അവിടെ ഉണ്ട്, അതങ്ങോട്ട് സമ്മതിക്കാൻ നമുക്കങ്ങോട്ട് പറ്റുന്നില്ല. പറ്റാത്തത് നമ്മുടെ ഉള്ളിൽ ആ വിശ്വാസത്തിൻ്റെ, ജ്ഞാനത്തിൻ്റെ, വെളിപാടിൻ്റെ ഒരു കുറവുണ്ട്.
നമ്മുടെ ഇന്ദ്രിയങ്ങൾ അടയ്ക്കപ്പെട്ടു. ലോകത്തിൻ്റെ ദേവൻ നമ്മളെ അന്ധമാക്കി വെച്ചിരിക്കുന്നു. എന്തു ആവട്ടെ, ഇതാണ് ആദ്യത്തെ കാരണം. രണ്ടാമത് അതിനേക്കാൾ ഗൗരവമുള്ള വേറൊരു കാരണമുണ്ട്. യേശു അവിടെ ഉണ്ടെന്ന് നമ്മൾ സമ്മതിച്ചു. ഈശോ എന്തിനാണ് ചോദിക്കാതെ ആവശ്യപ്പെടാതെ സൗഖ്യം കൊടുത്തത്? അത് മനസ്സിലാക്കണമെങ്കിൽ അല്പം പഴയ നിയമത്തിലേക്ക് പോകണം. ഇവിടെ ഈശോ ഉപയോഗിക്കുന്ന ഒരു വാചകത്തിനകത്താണ് അതിൻ്റെ താക്കോല് കിടക്കുന്നത്. ഈശോ പറയുകയാണ്, നിങ്ങൾ സാബത്ത് ദിവസം നിങ്ങളുടെ കാളയോ കഴുതയോ തൊഴുത്തിൽ നിന്ന് അഴിച്ച് വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത വാക്യം, 18 വർഷമായി സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന അതാണ് താക്കോൽ, അബ്രാഹത്തിൻ്റെ ഈ മകളെ. അതാണ് അതിൻ്റെ താക്കോൽ, അബ്രാഹത്തിൻ്റെ മകൾ. അബ്രാഹത്തിൻ്റെ മകള് കെട്ടപ്പെട്ട് കിടക്കാൻ പാടില്ല. എന്തിനാണ് നീ ഇപ്പൊ സൗഖ്യം കൊടുത്തത്? ഈ ഓഡ് ടൈമിൽ എന്തിനാണ് നീ ശരിയല്ലാത്തൊരു ദിവസം, ശരിയല്ലാത്തൊരു സമയം, നല്ലതല്ലാത്തൊരു അവസരത്തിൽ നീ എന്തിനാണ് കർത്താവെ സൗഖ്യം കൊടുത്തത്? കർത്താവ് പറയാണ്, അതിൻ്റെ ഒരൊറ്റ ഉത്തരം ഇത്രയേ ഉള്ളൂ, അബ്രാഹത്തിൻ്റെ മകള് ഇനി 1 സെക്കൻഡ് പോലും ബന്ധിക്കപ്പെട്ട് കിടക്കാൻ പാടില്ല. 18 കൊല്ലം, ദാറ്റ് ഈസ് ടു മച്ച്. അതൊരുപാട് കൂടിപ്പോയി. അങ്ങനെ കിടക്കാൻ പാടില്ല. എന്താണ് കർത്താവെ കിടക്കാൻ പാടില്ലാത്തത്? അവൾ അബ്രാഹത്തിന്റെ മകളാണ്. ഒന്നും മനസ്സിലാവുന്നില്ല. അബ്രാഹത്തിന്റെ മകൾക്ക് എന്താ പ്രത്യേകത? അതായത് പഴയ നിയമത്തില് ദൈവം, വളരെ ശ്രദ്ധിച്ചെന്നെ കേൾക്കണം, ദൈവം മനുഷ്യരുമായി സ്ഥാപിച്ച കരാറുകളുടെ പേരായിരുന്നു ഒരു വാക്ക്, ഉടമ്പടി. ഉടമ്പടി. ദൈവവും മനുഷ്യനും തമ്മിലുള്ള എഗ്രിമെന്റുകളുടെ പേരായിരുന്നു ഉടമ്പടി, കവനന്റ്, ഉടമ്പടി. ബൈബിളിൽ ദൈവം ആദ്യമായിട്ടൊരു വ്യക്തിയുമായിട്ട് ഉടമ്പടി ചെയ്യുന്നത് നോഹയുമായിട്ടാണ്. നോഹയുമായിട്ടുള്ള ഉടമ്പടി ശ്രദ്ധിച്ച് കേൾക്കുക, എന്നെ നന്നായി ശ്രദ്ധിക്കുക. നോഹയുമായിട്ടുള്ള ഉടമ്പടി, അബ്രാഹവുമായിട്ടുള്ള ഉടമ്പടി, ദാവീദുമായിട്ടുള്ള ഉടമ്പടി, മോശയുമായിട്ടുള്ള ഉടമ്പടി. അപ്പോൾ ഇങ്ങനെ പിതാക്കന്മാരുമായിട്ട് ദൈവം ചെയ്ത ഉടമ്പടികളുണ്ട്. ഈ ഉടമ്പടികളല്ല, അതിൽ മിക്കവാറും എല്ലാം തന്നെ അസാധുവായപ്പോഴും ആ ഉടമ്പടി, ആ കരാറുകളൊക്കെ റദ്ദായിപ്പോയി, ക്യാൻസൽഡായിപ്പോയി. പഴയ പല ഉടമ്പടികളും റദ്ദായിപ്പോയപ്പോഴും അതിലെ ഒരു ഉടമ്പടി ക്യാൻസലാവാതെ നിന്നു. കാര്യത്തിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. അതിലൊരു ഉടമ്പടി ക്യാൻസലാവാതെ നിന്നു. ഒരു ഉടമ്പടി. യേശു വന്നിട്ടും, യേശു കുരിശിൽ മരിച്ചിട്ടും, യേശുവിലൂടെ എല്ലാ പഴയ നിയമത്തിലെ എല്ലാ സംഭവങ്ങളും പൂർത്തീകരിക്കപ്പെട്ടിട്ടും, പഴയ നിയമത്തിൽ ദൈവം ഒരാളുമായിട്ട് ചെയ്തൊരു ഉടമ്പടി ഇപ്പോഴും ഈ പുതിയ നിയമ കാലഘട്ടത്തിലും നിലനിൽക്കുന്നുണ്ട്. ആ ഉടമ്പടിയുടെ പേരാണ് അബ്രാഹവുമായി ചെയ്ത ഉടമ്പടി. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, അതെന്താണ് ഉടമ്പടി? ആ ഉടമ്പടിക്ക് ഒത്തിരിയും ഡീറ്റെയിൽസ് ഉണ്ട്. നിന്റെ സന്തതിയിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. മനസ്സിലായി, ഒത്തിരി വാഗ്ദാനങ്ങളുണ്ട്, ഒരുപാട് വാഗ്ദാനങ്ങൾ. ഇനി അതെല്ലാം നമ്മൾ പോകുന്നില്ല. അതായത് അബ്രാഹത്തിന്റെ മക്കള് അനുഗ്രഹിക്കപ്പെടും. അവര് നശിച്ചു പോവില്ല. അബ്രാഹത്തിന്റെ മക്കള് നശിച്ചു പോകില്ല. ആരാണ് ഇപ്പൊ അബ്രാഹത്തിന്റെ മക്കളെന്നൊക്കെ റോമാലേഖനം, ഗലാത്യ ലേഖനം ഒക്കെ പിന്നെ വിവരിക്കുന്നുണ്ട്. നമുക്ക് അതിലേക്കൊന്നും ഇപ്പൊ സമയമില്ല. അപ്പൊ പ്രോമിസ് ഇതാണ്, അബ്രാഹവുമായിട്ട് ചെയ്ത ഉടമ്പടി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കാം, അച്ഛാ അങ്ങനെ പറയാൻ എന്താണ് അച്ഛൻ്റെ ബൈബിൾ അടിത്തറ? ഞാൻ ഒരു സംഭവം പറയാം. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 15-ാം അധ്യായത്തിൽ ദൈവം അബ്രാഹവുമായി ഒരു കരാറുണ്ടാക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് നമുക്ക് എടുക്കാം. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 15-ാമത്തെ അധ്യായം. ഉൽപ്പത്തി 15 അബ്രാഹവുമായിട്ട് ദൈവം ഒരു ഉടമ്പടി ഉണ്ടാക്കുകയാണ്. അതിന് 1-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിക്കുക. അബ്രാഹാമിന് ദർശനത്തിൽ കർത്താവിന്റെ അരുളപ്പാടുണ്ടായി, അബ്രാം ഭയപ്പെടണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്, നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും. ഉടനെ ശ്രദ്ധിച്ചേ, ഉടനെ എന്നെ നോക്കിയാൽ മതി. ഉടനെ അബ്രാം പറഞ്ഞു, കർത്താവ് എന്ത് പ്രതിഫലം? എനിക്ക് മക്കളില്ല, നിനക്കറിയാലോ. എൻ്റെ സകല സമ്പത്തിൻ്റെയും അവകാശിയാകാൻ പോകുന്നത് എൻ്റെ പ്രധാന ഭൃത്യനായ ഏലിയാസറിൻ്റെ സന്തതി പരമ്പരകളാണ്. എൻ്റെ ഭൃത്യനായ ഏലിയാസറാണ് എൻ്റെ കുടുംബത്തിൻ്റെ അവകാശി. എനിക്കൊരു അവകാശിയായിട്ടൊരു സന്തതി നീ തന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ദൈവം അബ്രാഹത്തോട് പറയുകയാണ്. 5-ാമത്തെ വാക്യത്തിൽ പറയും, പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ആകാശത്തേക്ക് നോക്കുക, ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണമെടുക്കാൻ കഴിയുമോ?
നിന്റെ സന്താന പരമ്പരയും അതുപോലെ ആയിരിക്കും. ഇതിന് കഴിഞ്ഞ് ഏഴാമത്തെ വാക്യം വളരെ ശ്രദ്ധിച്ച് വായിക്കണം. അവിടുന്ന് തുടർന്നരുളി ചെയ്തു, ഈ നാട് നിനക്ക് അവകാശമായി തരാൻ വേണ്ടി നിന്നെ കൽദായരുടെ ഊരിൽ നിന്ന് കൊണ്ടുവന്ന കർത്താവാണ് ഞാൻ. അവൻ ചോദിച്ചു, ദൈവമായ കർത്താവ്, ഇത് സംഭവിക്കുമെന്ന് ഞാൻ എങ്ങനെ അറിയും? അവിടുന്ന് കൽപ്പിച്ചു. വായിക്കാം. 3 വയസ്സ് വീതം പ്രായമുള്ള ഒരു പശുക്കിടാവ്, ഒരു പെണ്ണാട്, ഒരു മുട്ടനാട് എന്നിവയെയും ഒരു ചെങ്ങാലിയെയും ഒരു ഇളം പ്രാവിനെയും എനിക്കായി കൊണ്ടുവരിക. അവൻ അവയെല്ലാം കൊണ്ടുവന്നു. അവയെ 2ആയി പിളർന്ന് ഭാഗങ്ങൾ നേർക്കുനേരെ വെച്ചു. പക്ഷികളെ അവൻ പിളർന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. 18-ാമത്തെ വാക്യം വായിക്കാമോ? 18. അന്ന് കർത്താവ് അബ്രാമിനോട് ഒരു ഉടമ്പടി ചെയ്തു. മതി. അബ്രാമിനോട് ഒരു ഉടമ്പടി ചെയ്തു. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഉടമ്പടിയുടെ ഭാഗമാണ്. ഇതിന് മുമ്പ് നടന്ന ഓരോ കാര്യവും എന്താണെന്ന് ശ്രദ്ധിക്കാവോ? ഇങ്ങോട്ട് നോക്കാവോ? അതായത് 2 പാർട്ടികൾ തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കുമ്പോൾ ഉടമ്പടിക്ക് വ്യവസ്ഥകളുണ്ട്. ഉടമ്പടിക്ക് എന്തുണ്ട്? വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥ ലംഘിക്കാതിരിക്കാൻ അവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു പുരാതന ആചാരമായിരുന്നു മൃഗങ്ങളെ കൊണ്ടുവന്ന് അതിനെ 2ആയി പിളർന്ന് 2 കഷണങ്ങൾ 2 വശത്തായി വെക്കുക. ഇവിടെ മുട്ടാടിനെയും കാളയെയും പ്രാവിനെയും കൊണ്ടുവന്ന് പിളർന്നു. പ്രാവിനെ ഒഴിച്ച് ബാക്കി എല്ലാത്തിനെയും 2 പീസായിട്ട് മാറ്റിവെച്ചിട്ട്, ഈ ഉടമ്പടിയുടെ ആചാരവിധി ഇതാണ്. ഈ ഉടമ്പടിയുടെ വ്യവസ്ഥകൾ ലംഘിക്കാതിരിക്കാൻ, ഉടമ്പടി അസാധുവാകാതിരിക്കാൻ എന്ത് ചെയ്യണം? ഈ പിളർന്നു വച്ചിരിക്കുന്ന മൃഗങ്ങളുടെ നടുവിലൂടെ ഉടമ്പടിയിലെ 2 കക്ഷികളും ഇതിന് നടുവിലൂടെ പാസ് ചെയ്യണം. ഇതിന് നടുവിലൂടെ നടക്കണം. ഈ പിളർന്നു വെച്ചതിൻ്റെ നടുവിലൂടെ പോണം. അങ്ങനെ ചെയ്യുന്നത് എന്താണ്? ഈ ഉടമ്പടിയുടെ വ്യവസ്ഥകൾ നമ്മിൽ ഒരാൾ ലംഘിക്കുന്നവനെ മറ്റേയാള് ഇതുപോലെ പിളരും. ഉടമ്പടി ഒരിക്കലും ലംഘിക്കാതിരിക്കാനും ഉടമ്പടി ഒരിക്കലും അസാധുവാകാതിരിക്കാനും ഉള്ള ആചാരമാണ് മൃഗങ്ങളെ പിളർന്ന് അതിന് നടുവിലൂടെ നടക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. എന്നിട്ട് അപ്പൊ ഇനി എന്ത് ചെയ്യണം? ആരൊക്കെ? ദൈവവും ഈ മൃഗങ്ങളുടെ ഇടയിലൂടെ പോകണം, അബ്രാമും പോകണം. പക്ഷെ സംഭവിച്ചെന്തെന്നറിയാമോ? ഈ മൃഗങ്ങളെ പിളർന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ വായിക്കാം 11-ാമത്തെ വാക്യം. പിണത്തിന്മേൽ, ഉൽപ്പത്തി 15:11 വായിച്ചേ. പിണത്തിന്മേൽ കഴുകന്മാർ ഇറങ്ങി വന്നപ്പോൾ അബ്രാം അവയെ ആട്ടി ഓടിച്ചു. സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരുന്നപ്പോൾ അബ്രാം ഗാഠനിദ്രയിലാണ്ടു. ഭീകരമായ അന്ധകാരം അവനെ ആവരണം. അതായത് തൊട്ടടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദൈവം അബ്രാഹത്തിന് അനസ്തേഷ്യ കൊടുത്ത് മയക്കി. ദൈവം അബ്രാം തമ്മിൽ സീരിയസ് ആയൊരു വർത്തമാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവം പറഞ്ഞനുസരിച്ച് മൃഗങ്ങളെ കൊണ്ടുവന്ന് വെച്ച് പതുക്കെ ഇരുട്ടായി തുടങ്ങിയപ്പോൾ അബ്രാം, സന്ധ്യക്കാണ്, രാത്രിയിലല്ല, പാതിരാത്രിയിലല്ല, സന്ധ്യക്ക് അബ്രാഹത്തിന് മയക്കം വന്നവൻ ഗാഠനിദ്രയിലാണ്ടു. ബോധമില്ലാതെ കിടന്നുറങ്ങി അവിടെ. ദൈവം എന്ത് ചെയ്തു? അപ്പൊ അബ്രാം നടന്നോ? ഇതിനിടയ്ക്കൂടെ നടന്നില്ല. ദൈവം എന്ത് ചെയ്തു? ദൈവം വായിക്കാം, നമുക്ക് 17-ാമത്തെ വാക്യം വായിക്കാം. സൂര്യൻ അസ്തമിച്ച് അന്ധകാരം വ്യാപിച്ചപ്പോൾ പുകയുന്ന ഒരു തീച്ചൂള കാണാറായി. ഇത് സീനായി മലയിൽ ദൈവം ഇറങ്ങി വന്നപ്പോൾ അവിടെയുള്ള അതേ വാക്യമാണിത്. പുകയുന്ന ഒരു തീച്ചൂള കാണാറായി. ജ്വലിക്കുന്ന ഒരു തീനാളം പിളർന്നിട്ടിരുന്ന കഷണങ്ങളുടെ നടുവിലൂടെ കടന്നുപോയി. അന്ന് കർത്താവ് അബ്രാമിനോട് ഒരു ഉടമ്പടി ചെയ്തു. അതായത് ഉടമ്പടിയിലെ ഒരാൾ മാത്രമേ ഈ കഷണങ്ങളുടെ നടുവിലൂടെ പോയിട്ടുള്ളൂ. അതാരാണ്? ദൈവം മാത്രം. എന്താണ് അതിന്റെ അർത്ഥം? ശ്രദ്ധിക്കാം. എന്താണ് അതിന്റെ അർത്ഥം? അതാണ്, അവിടെയാണ് അതിന്റെ സാധനം കിടക്കുന്നത്. എന്താ അർത്ഥം എന്നറിയാമോ? ദൈവം ഇങ്ങനെ ചിന്തിച്ചു, അബ്രാം ഒരു പാവപ്പെട്ട മനുഷ്യനല്ലേ, ആമോസി പറയുന്നത് പോലെ യാക്കോബ് തീരെ ചെറിയവനല്ലേ, അവൻ എന്ത് ചെയ്യാൻ കഴിയും എന്ന് പറയുന്ന പോലെ ദൈവം ചിന്തിച്ചു, അബ്രാം ഒരു പാവപ്പെട്ട ബലഹീനനായ ഒരു പാവ മനുഷ്യനല്ലേ, അവന് തെറ്റുവരാം, അവന് ബലഹീനത വരാം, അവന്റെ ഏതെങ്കിലും കഴിവുകേട് കൊണ്ട്, കുറവ് കൊണ്ട് ഈ ഉടമ്പടി അസാധുവായി പോകാതിരിക്കാൻ ദൈവം എന്ത് ചെയ്തു? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? എന്നെ ശ്രദ്ധിക്കണം. ദൈവം എന്ത് ചെയ്തു? ദൈവം മാത്രമേ ആ ഉടമ്പടിയുടെ ആ മൃഗങ്ങളുടെ നടുവിലൂടെ നടന്നു പോയുള്ളൂ. ദൈവം മാത്രം. അബ്രാത്തിനെ ദൈവം ഇറക്കി. എന്നിട്ട് പറഞ്ഞു, അബ്രഹാമേ, നീ തെറ്റിച്ചാലും ഞാൻ തെറ്റിക്കില്ല.
നീ തെറ്റിച്ചാലും ഞാൻ തെറ്റിക്കില്ല. ഇതിന്റെ വ്യവസ്ഥകൾ നീ തെറ്റിച്ചാലും ഞാൻ തെറ്റിക്കില്ല. പറഞ്ഞേ ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹത്തിന് അവസാനമില്ല. അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹത്തിന് അവസാനമില്ല. അബ്രാഹത്തിന്റെ സന്തതികൾ ഗതികെട്ട് കിടക്കാൻ പാടില്ല. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്കൊരു കാര്യം അറിയുമോ? ഇന്നും, അതായത് ഇത്രയും ലോക ജനതയുടെ ചരിത്രത്തിൽ ഇത്രയും പീഡിപ്പിക്കപ്പെട്ടൊരു ജനത യഹൂദന്മാരെ പോലെ മറ്റൊരു ജനതയില്ല. പക്ഷെ ഇന്നും അവർ തലയെടുപ്പോടെ ലോകത്തിന്റെ മനസാക്ഷിക്കും ലോകത്തിന്റെ ഉറ്റുനോട്ടങ്ങൾക്കും നടുവിൽ തലയെടുപ്പോടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർ അബ്രാഹത്തിന്റെ മക്കളായതുകൊണ്ടാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അവർ അബ്രാഹത്തിന്റെ മക്കൾ. ദൈവം അവരെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടില്ല എന്ന് റോമാലേഖനം 8, 9, 10 പറയുന്നുണ്ട്. ദൈവം അവരെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞിട്ടില്ല. ഈശോയുടെ മടങ്ങി വരവിന് മുമ്പുള്ള 7 അടയാളങ്ങളിലെ ഒരടയാളം എന്ന് പറയുന്നത് ഇസ്രായേൽ യേശുവിലേക്ക് മടങ്ങി വരുന്നതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഇസ്രായേൽ യേശുവിലേക്ക് കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് മതബോധന ഗ്രന്ഥം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇസ്രായേലിന്റെ പുനരുദ്ധാരണം, ഇസ്രായേലിൽ അനേകം ആളുകൾ യേശുവിനെ രക്ഷകനായി ഏറ്റുപറയുന്നതാണ് യേശുവിന്റെ 2ാം വരവിന്റെ 7 അടയാളങ്ങളിലെ ഒരടയാളം. പറഞ്ഞേ ഹല്ലേലൂയ. എനിക്കത് മനസ്സിലാവുന്നുണ്ടോ? അബ്രാഹത്തിന്റെ സന്തതി ഇന്ന് ലോകത്ത് തലയെടുപ്പോടെ നിൽക്കുന്നത് അവർ അബ്രാഹത്തിന്റെ സന്തതി. ദൈവം ഒരിക്കലും അവസാനിക്കാത്ത ഒരു ഉടമ്പടി ചെയ്തിട്ട് പറഞ്ഞു, നിന്റെ സന്തതിയിലൂടെ ഭൂമുഖത്തെ എല്ലാ വംശങ്ങളും അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. അബ്രാഹത്തിന്റെ സന്തതികള് 18 കൊല്ലമായിട്ട് സാത്താനാൽ ബന്ധിക്കപ്പെട്ട് കിടക്കാൻ പാടില്ലെന്ന് യേശു പറയാതെ പറയുകയായിരുന്നു. കൂനിയായ സ്ത്രീ അടുത്ത് വിളിച്ച് സുഖപ്പെടുത്തിയിട്ട് യേശു പറയാണ്, അബ്രാഹത്തിന്റെ സന്തതി നീ ചോദിച്ചില്ലെങ്കിൽ പോലും നിന്റെ കൂനിനെ നിവർത്താൻ ഞാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. നീ ചോദിച്ചില്ലെങ്കിൽ പോലും നിന്റെ കെട്ടഴിക്കാൻ നിന്റെ അടുത്ത് വന്നിരിക്കുന്ന ദൈവമാണ് ഞാൻ. ഇതാണ് ഈശോ പറയാൻ ശ്രമിച്ചത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നറിയോ? ഗലാത്യ ലേഖനത്തിൽ അപ്പസ്തോലനായ പൗലോസ് അതെടുക്കാം. ഗലാത്യ ലേഖനത്തിൽ പറയുന്നുണ്ട് നമ്മൾ അബ്രാഹത്തിന്റെ സന്തതികളാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വായിക്കാം. ഗലാത്യ ലേഖനത്തിന്റെ 3-ാമത്തെ അധ്യായം എടുക്കുക. ഗലാത്യ ലേഖനം 3-ാം അധ്യായം. 3-ാം അധ്യായത്തില് ഗലാത്യ 3-ാം അധ്യായം 13, 14 വായിക്കുക. ഗലാത്യ 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം 7 വായിച്ചേ. ഗലാത്യ 3:7 വായിച്ചേ. ഗലാത്യർ 3:7. അതിനാൽ വിശ്വാസമുള്ളവരാണ് അബ്രാഹത്തിന്റെ സന്തതികൾ. ആരാണ് അബ്രാഹത്തിന്റെ സന്തതികൾ? വിശ്വാസമുള്ളവരാണ് അബ്രാഹത്തിന്റെ സന്തതികൾ. ആരാണ് അബ്രാഹത്തിന്റെ സന്തതികൾ? വിശ്വാസമുള്ളവരാണ്. ഒന്നുറക്കെ പറഞ്ഞേ, ആരാണ് അബ്രാഹത്തിന്റെ സന്തതികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ വിവരിക്കുന്നത് ആരിലുള്ള വിശ്വാസത്തെക്കുറിച്ചാണ്. ഈ ഗലാത്യർ 3 പൗലോസ് അപ്പോസ്തലൻ വിവരിക്കുന്നത് ആരിലുള്ള വിശ്വാസത്തെക്കുറിച്ചാണ്? യേശുവിലുള്ള വിശ്വാസത്തെക്കുറിച്ചാണ്. യേശുവിലുള്ള വിശ്വാസം. അപ്പോൾ എൻ്റെ ചോദ്യം, ആരാണ് അബ്രാഹത്തിന്റെ സന്തതികൾ? പറ. യേശുവിൽ വിശ്വാസമുള്ളവരാണ് അബ്രാഹത്തിന്റെ സന്തതികൾ. അങ്ങനെയാണല്ലോ പറയുന്നത്. ഇനി 3:13-14 വായിച്ച്. 3:13-14. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കും എന്നല്ല, രക്ഷിച്ചു. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്ന് എഴുതിയിരിക്കുന്നു. 14-ാമത്തെ വാക്യം ഉച്ചത്തി വായിക്കാമോ? അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശു ക്രിസ്തു വഴി വിജാതീയരിലേക്കും വ്യാപിക്കേണ്ടതിനും ആത്മാവിന്റെ വാഗ്ദാനം വിശ്വാസം വഴി നാം പ്രാപിക്കേണ്ടതിനുമാണ് ഇപ്രകാരം സംഭവിച്ചത്. എപ്രകാരം സംഭവിച്ചത്? ഒന്നുകൂടെ വായിച്ചോ, മനസ്സിലാക്കിയിട്ടേ പോകാവൂ. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്ന് എഴുതിയിരിക്കുന്നു. അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശുക്രിസ്തു വഴി വിജാതീയരിലേക്കും വ്യാപിക്കേണ്ടതിനും ആത്മാവിന്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണ് ഇപ്രകാരം സംഭവിച്ചത്. എപ്രകാരം? എന്ത് സംഭവിച്ചെന്ന് പറയുന്നേ? യേശുക്രിസ്തു കുരിശിൽ മരിച്ചു എന്നല്ലേ ഇവിടെ പറയുന്നത്? ശപിക്കപ്പെട്ടവനെ പോലെ തൂങ്ങിക്കിടന്നു, അങ്ങനെ പറയുന്നത്.
അപ്പോ യേശു ശപിക്കപ്പെട്ടവനെ പോലെ മരത്തിൽ തൂങ്ങിക്കിടന്നത് എന്തിനായിരുന്നു? അതിന് ഉത്തരമാണ് 14-ാമത്തെ വാക്യത്തിൽ. അബ്രാഹത്തിന് ദൈവം കൊടുത്ത അനുഗ്രഹം യേശു ക്രിസ്തു വഴി വിജാതീയർ എന്ന് പറഞ്ഞാൽ അതാരെയും ഉദ്ദേശിക്കുന്നത് അല്ലല്ല, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരല്ല. വിജാതീയരെന്ന് നമ്മളെ എന്ന് പറഞ്ഞാൽ യഹൂദരല്ലാത്തവരെ അതാ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആരാത്? ഞാനും നിങ്ങളും. നിങ്ങൾ യഹൂദരാണോ? അല്ല. യഹൂദരല്ലാത്തവർ, യഹൂദരല്ലാത്ത അബ്രാഹത്തിന്റെ മക്കൾ, യഹൂദരല്ലാത്ത ദൈവജനം. അതാണ് പറയുന്നത്. അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യഹൂദർക്ക് മാത്രമല്ല, യഹൂദരല്ലാത്ത യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് കൂടി ലഭിക്കാനാണ് യേശു മരത്തിൽ ശപിക്കപ്പെട്ടവനെ പോലെ തൂങ്ങിക്കിടന്നത്. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഇതൊരു വ്യക്തി ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോൾ, ആ വ്യക്തി എന്ന് പറഞ്ഞ യേശു എനിക്ക് വേണ്ടിയാണ് മരിച്ചതെന്നൊരു വ്യക്തി, ആ വെളിപാട് ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ സജീവമാകുമ്പോൾ ആ വ്യക്തി ആരാ? അബ്രാഹത്തിന്റെ മക്കളാണ്. ആ വ്യക്തി ബന്ധനാവസ്ഥയിൽ കിടക്കാൻ പാടില്ലാത്തൊരു വ്യക്തിയാണ്. ആ കുടുംബം നശിച്ചു കിടക്കേണ്ട കുടുംബം അല്ല എന്ന് നിങ്ങളൊന്ന് തിരിച്ചറിയേണ്ട മക്കളെ. അങ്ങനെ ഒരു കുടുംബം തകർന്നു പോകേണ്ട ഒരു കുടുംബം അല്ല. പറഞ്ഞേ ഹല്ലേലൂയാ. ആ കുടുംബം ചോദിക്കാതെ ദൈവം ആ കുടുംബത്തിന്റെ കെട്ടഴിക്കും. ഒറ്റ കണ്ടീഷൻ എന്താ? വിശ്വാസമുള്ളവരാണ് അബ്രാഹത്തിന്റെ. നിങ്ങൾക്ക് പിടിയിട്ടുന്നുണ്ടോ ഇതിന്റെ ഗ്രാവിറ്റി? നിസാരല്ല ഞാനീ പറയുന്നത്. അതായത് ഒറ്റ പ്രാർത്ഥന പോലും ചൊല്ലാതെ നിങ്ങളെ സമൂലം നിങ്ങളെ നശിപ്പിക്കാൻ സാത്താൻ ഒരുക്കിയ സകല കെണികളെയും തകർത്ത് കളയുന്ന, എല്ലാ നന്മയ്ക്കായി മാറ്റുന്ന ഒരു ദൈവശക്തി നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ ബന്ധങ്ങളിലും മക്കളിലും തലമുറയിലും വ്യാപരിക്കേണ്ടതിന് വിശ്വാസത്തിൽ ആഴപ്പെടാൻ ആഗ്രഹിക്ക്. വിശ്വാസത്തിൽ ആഴപ്പെടാനും ദൈവാനുഭവത്തിൽ ആഴപ്പെടാനും പ്രത്യേകിച്ച് ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും തലങ്ങൾ ഉയരാൻ ആഗ്രഹിക്കുക. ബോധ്യം കിട്ടണം. ബോധ്യം, ഞാൻ അബ്രാഹത്തിന്റെ സന്തതിയാണ്. അപ്പോഴാണ് നിങ്ങളുടെ അയൽക്കാരൻ പറയുന്നത്, നിന്നെ നശിപ്പിച്ചിട്ടല്ലാതെ എനിക്കിനി വിശ്രമമില്ലെന്ന്. ആ നാശം എൻ്റെ മേൽ പതിക്കില്ലടാ മോനെ, കാരണം ഞാൻ അബ്രാഹത്തിന്റെ സന്തതിയാണ്. യേശു ക്രിസ്തു വഴി ഞാനൊരു അനുഗ്രഹമാകും എന്നാണ് എൻ്റെ ദൈവം എന്നെ കുറിച്ച് പറഞ്ഞത്. എനിക്ക് ശാപമാവാൻ പറ്റില്ലെന്ന്. There is no possibility that a Christian can be a curse. ക്രിസ്ത്യാനിക്ക് ശാപമാവാൻ പറ്റത്തില്ലെന്ന്. അതൊരു എക്സിസ്റ്റൻഷ്യൽ ഇമ്പോസിബിലിറ്റിയാണ്. അസ്തിത്വപരമായ അസാധ്യത. പറ്റില്ലെന്ന്. പിന്നെന്തുകൊണ്ടാ പറ്റുന്നേ? വിശ്വാസിയായിട്ടില്ല, അതുകൊണ്ടാ. പറഞ്ഞേ ഹല്ലേലൂയാ. വിശ്വാസിയായിട്ടില്ലെന്ന്. പള്ളിയിൽ പോകുന്നുണ്ട്, വിശ്വാസിയായിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തെ ശക്തിയാണ് നമ്മിൽ പ്രവർത്തിക്കുന്ന ഈ ശക്തി. നമ്മിൽ പ്രവർത്തിക്കുന്ന ഈ ശക്തി നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തെ ശക്തിയാണ്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്, കർത്താവേ എനിക്ക് എന്ത് ചെയ്യണം? ജ്ഞാനം തരണം, വെളിപാട് തരണം. അപ്പോൾ പരിശുദ്ധ കുർബാനയ്ക്ക് പോയി നിൽക്കുന്ന മകള് ചോദിച്ചില്ലെങ്കിൽ പോലും കർത്താവ് ഇറങ്ങി വന്ന് അങ്ങോട്ട് വന്ന് അഴിച്ചുവിടും. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിങ്ങനെ ആരെങ്കിലും പറയുന്നു നിന്നെ നശിപ്പിക്കും, ഞാൻ മന്ത്രം ചെയ്യും, ഞാൻ അത് ചെയ്യും, ഞാൻ അവിടെ പോയി കൊടുത്തിട്ടുണ്ട്, ഞാൻ ആ സാധനം ഭസ്മം അവിടെ ഇട്ടിട്ടുണ്ട്, ഞാൻ നാണയം അവിടെ ഇട്ടിട്ടുണ്ട്. ഞാൻ പറയും, നിങ്ങൾ ഇതൊരു കൺവെൻഷൻ എന്ന് പറയേണ്ട കാര്യങ്ങളല്ല. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ദൈവജനത്തിൽ ഒട്ടനവധി ആളുകൾ ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ കെട്ടപ്പെട്ട് അങ്ങനെ എന്ത് ചെയ്യുന്നു? ഈ കൂട്ടിൽ അടയ്ക്കപ്പെട്ട ഒരു പക്ഷിയെപ്പോലെ കിടക്കുകയാണ്, നിലത്ത് കിടന്ന് എഴയുകയാണ്. മനസ്സിലായല്ലോ? ഹിമാലയം പോലെ വളരേണ്ടവർ ആറാട്ടുമുണ്ടന്മാരായിപ്പോയി. വലിയ മഹാവൃക്ഷം പോലെ വളരേണ്ടവർ കുറ്റിച്ചെടികളായിട്ട് അധംപതിച്ചു. ദൈവം നമുക്ക് അസാധ്യമായ എന്ന് പറഞ്ഞാൽ നമുക്ക് അസാധാരണമായ ശക്തി നിർവിശേഷങ്ങൾ നമ്മളിൽ ദൈവം നിക്ഷേപിച്ചിട്ട് നമുക്കത് എടുത്ത് ഉപയോഗിക്കാൻ അറിയാത്തവരായിട്ട് മാറി. അപ്പം അതെന്തുകൊണ്ടാണ് നമ്മൾ തിരിച്ചറിയണം? നമുക്ക് വിശ്വാസം ആഴപ്പെടണം. അതുകൊണ്ട് ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞ് നിങ്ങൾ മറന്നുപോയോ? വിശ്വാസം. ലൂക്കാ 17. ദൈവം സഹായിച്ച് അങ്ങനെ ഒരു ഗുണമുണ്ട്, എല്ലാം പെട്ടെന്ന് മറക്കുന്നുണ്ട്. ലൂക്കാ 17:5 അപ്പസ്തോലന്മാർ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം. രണ്ടാമതായിട്ട് മർക്കോസ് 9:24 എന്തായിരുന്നത്? കർത്താവേ എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. അതാണ് ഒരു കാര്യം. പിന്നെ ഞാൻ പറഞ്ഞു, ജ്ഞാനത്തിനും വെളിപാടിനും വേണ്ടി പ്രാർത്ഥിക്കണം. ജ്ഞാനത്തിനും വെളിപാടിനും വേണ്ടി പ്രാർത്ഥിക്കണം.
കർത്താവേ, എനിക്ക് ദൈവാനുഭവം ഉണ്ടാവാൻ വിശ്വാസവും ബോധ്യങ്ങളും എല്ലാം വളരണം. എനിക്ക് വചനത്തിൽ ആഴപ്പെടണം, ദൈവവചനത്തിൽ നിന്ന് ബോധ്യങ്ങൾ കിട്ടണം. കേട്ടോ, ബോധ്യം കിട്ടുമ്പോൾ ധാരണ മാറിയില്ലേ? ഞാൻ അടിമത്തത്തിൽ കിടക്കേണ്ട ആളല്ല. ഒരാൾ പറയുകയാണ് നിന്നെ ഞാൻ നശിപ്പിക്കും. അങ്ങനെ നശിപ്പിക്കാൻ പറ്റില്ല നിനക്ക്. നീ ഏതെല്ലാം മാർഗങ്ങൾ ഉപയോഗിച്ചാലും സഹോദരാ, നിനക്ക് എന്നെ നശിപ്പിക്കാൻ പറ്റില്ല. നശിപ്പിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ഞാൻ അസ്തിത്വപരമായി ഒരനുഗ്രഹമാണ്. അബ്രാഹത്തിൻ്റെ മകൻ 1 പത്രോസ് 3 വചനം പറയുന്നുണ്ട്, അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. അനുഗ്രഹം നമ്മുടെ ബർത്ത് റൈറ്റാണ്, ഭാഗധേയമാണ്, ജന്മാവകാശമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ഈ വചനം നിറഞ്ഞു കഴിയുമ്പോൾ, വചനത്തെക്കുറിച്ച് ബോധ്യം കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് എല്ലാ കാര്യം, പ്രത്യേകിച്ച് കൂദാശകളിൽ ജീവിക്കുന്ന ദൈവം. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ ഈ അബ്രാഹത്തിൻ്റെ മകളെ നേരെ സിനഗോഗിലേക്ക് കയറി വന്ന് അവളെ കണ്ടപ്പോൾ അടുത്ത് വിളിച്ച് അവളെ സുഖപ്പെടുത്തിയതുപോലെ കർത്താവ് ഈശോ മിശിഹ ജീവനോടെ എഴുന്നള്ളി വരുന്ന കൂദാശകളിൽ യേശുവിനെ കാണാനായിട്ട് പറ്റിക്കഴിയുമ്പോൾ ആ ഈശോ നമ്മൾ ചോദിക്കാതെ തന്നെ സുഖപ്പെടുത്തും. ചോദിക്കാതെ തന്നെ കർത്താവ് പ്രതിസന്ധികൾ ഏറ്റെടുക്കും. അവിടെയാണ് നമ്മൾ അതായത് നമുക്ക് മനസ്സിലാക്കേണ്ടതറിയാം. നമുക്ക് ഈ കാലാകാലങ്ങളിൽ രൂപപ്പെട്ട ചില തെറ്റിദ്ധാരണകളിൽ ഒന്ന് നമ്മൾ വിചാരിക്കുന്നത് ഈ കുർബാന, പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഒരു ചടങ്ങ്, അത് കഴിഞ്ഞ് പിന്നെ ഇത്തിരി നേരം നമ്മൾ പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴാണ് ശരിക്കും ഈശോ വരുന്നത്. ഇങ്ങനെ ഒരു ഇത് പറയുന്നില്ല നമ്മൾ, പക്ഷെ ഇങ്ങനെ ഒരു അബോധമായ ധാരണ നമ്മുടെ മനസ്സിനകത്ത് കിടക്കുകയാണ്. യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, യഥാർത്ഥത്തിൽ ഈ പ്രൊട്ടസ്റ്റന്റുകാരുടെ ഇടയിലുള്ള വലിയൊരു സുവിശേഷകനാണ് ബെന്നിഹിൻ. ആ ബെന്നിഹിൻ എന്ന് പറയുന്ന സുവിശേഷം നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ വീഡിയോ ഇങ്ങനെ ഒരുപാട് പ്രചരിച്ചിട്ടുണ്ട്. ആ വീഡിയോ ഇതാണ്. അദ്ദേഹം പറയുകയാണ്, കത്തോലിക്ക സഭയിൽ നടക്കുന്ന അത്രയും അത്ഭുതങ്ങൾ അദ്ദേഹം പറയുകയാണ് പ്രൊട്ടസ്റ്റന്റ് സഭകളിൽ നടക്കുന്നില്ല. അദ്ദേഹം പറയുകയാണ്, ബെന്നിഹിൻ പറയുകയാണ്, കത്തോലിക്ക സഭയിൽ നടക്കുന്ന അത്ര അത്ഭുതങ്ങൾ പ്രൊട്ടസ്റ്റന്റ് സഭകളിൽ നടക്കുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, കത്തോലിക്ക സഭയിൽ ഈ അത്ഭുതം നടക്കുന്നത് അവർ വിശുദ്ധ കുർബാനയിൽ യേശു ജീവനോടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ്. മനസ്സിലായി? യേശു ജീവനോടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ്. അപ്പം ഇത് നമ്മൾ അറിയാതെ കാലാകാലങ്ങളായി നമ്മൾ രൂപപ്പെടുത്തിയെടുത്ത ആഴമുള്ള ബോധ്യങ്ങൾക്ക് പകരം, നമ്മൾ രൂപപ്പെട്ട് വന്ന ആഴമുള്ള ബോധ്യങ്ങൾക്ക് പകരം നമ്മളിപ്പോൾ വിചാരിച്ച ഈ കാലഘട്ടത്തിന് സംഭവിച്ചിരിക്കുന്ന ഒരു പ്രശ്നം, പരിശുദ്ധ കുർബാനയിൽ എന്താ? പരിശുദ്ധ കുർബാനയിൽ ഈശോ ഉണ്ട്. ഇപ്പോൾ അമേരിക്കൻ സഭ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ 2-3 കൊല്ലമായിട്ട് ദിവ്യകാരുണ്യത്തെ മാത്രം കേന്ദ്രീകരിച്ച് പ്രബോധനങ്ങളും പഠനങ്ങളും കൊടുത്തുകൊണ്ടിരിക്കും. കാരണം എന്താണ്? കത്തോലിക്കർക്കിടയിൽ നടത്തിയ സർവേയിൽ അതിനകത്ത് വളരെ കുറച്ച് ആളുകളെ വിശുദ്ധ കുർബാനയിൽ ഈശോ ജീവനോടുണ്ടെന്ന് വിശ്വസിക്കുന്നുള്ളൂ. മനസ്സിലായില്ലേ? അവർ ചോദിക്കുമ്പോൾ സത്യം പറയുന്നവരായതുകൊണ്ട് അവർക്ക് സർവേ ഒക്കെ കൃത്യമായിട്ട് കിട്ടി. നമ്മളോട് വന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും പറയും ഞങ്ങൾ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നുണ്ടെന്ന് പറയും. 100% വിശ്വസിക്കുന്നുണ്ടെന്ന് സർവേയുടെ റിസൾട്ടും വരും. പക്ഷേ ഉള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞാൽ, അതായത് നമ്മൾ ഈ കർത്താവ് ഈശോ മിശിഹ തന്നാണ്, ഈശോ തന്നാണ് ഓരോ കൂദാശയിലും ഇറങ്ങി വരുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ അതുകൊണ്ട് കുർബാനയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഒത്തിരിയും കാര്യങ്ങൾ പറയണം യഥാർത്ഥത്തിൽ. പക്ഷെ പറയാൻ നമുക്കിതൊരു സന്ദർഭം ഇതല്ലാത്തത് കൊണ്ട് പറയുന്നില്ല. ഒരു കാര്യം മാത്രം ഞാൻ പറയാം. അതായത് നമ്മൾ യേശുക്രിസ്തുവിലൂടെ വന്ന രക്ഷ സ്വീകരിക്കുന്നത് എങ്ങനെയാണ്? അത് വളരെ സിമ്പിളാണ്. അത് സ്വീകരിക്കുന്നത്, ഇപ്പം യേശു എനിക്ക് വേണ്ടി സമ്പാദിച്ച രക്ഷ, ആ രക്ഷയ്ക്കകത്ത് എന്തെല്ലാം ഉണ്ട്? യേശു എന്നെ രക്ഷിച്ചു, യേശു ഡാനിയേലിനെ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തെല്ലാം ഉണ്ട്? ആ രക്ഷ എന്ന സങ്കല്പത്തിനകത്ത് എന്തെല്ലാം ഉണ്ട്? സങ്കല്പം എന്ന് പറഞ്ഞാൽ ആ കോൺസെപ്റ്റിനകത്ത് എന്തെല്ലാം ഉണ്ട്? അതേതാ അത് സമഗ്രമായ, വെരി ഗുഡ്, സമഗ്രമായ, ഇൻ്റഗ്രലായ, ടോട്ടലായ ഒരു വാക്കാണത് രക്ഷ. എൻ്റെ ചോദ്യം അമ്മച്ചി പറഞ്ഞ കറക്റ്റാണ്. ആ സമഗ്രമായ ആ രക്ഷയ്ക്കകത്ത് ആ പാക്കറ്റ് തുറന്നാൽ അതിനകത്ത് എന്തെല്ലാം ഉണ്ട്? ആരോ പറഞ്ഞു പാപമോചനമുണ്ട്. ഉണ്ടോ? യേശു എന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ യേശുവിലൂടെ എനിക്ക് എന്ത് ലഭിക്കുന്നു? പാപമോചനമുണ്ട്. അത് ആ പാക്കറ്റിനകത്തുണ്ട്. ആ പെട്ടിക്ക്, ആ ബോക്സിനകത്ത്, ആമസോണിൽ നിന്ന് വന്ന ആ പെട്ടിക്കകത്ത് എന്തെല്ലാം ഉണ്ട്? 1, പാപമോചനമുണ്ട്. 2, വെരി ഗുഡ്, നിത്യജീവനുണ്ട്. അല്ലേ? നിത്യജീവനുണ്ട്. യേശുവിലൂടെ എനിക്ക് നിത്യജീവനുണ്ട്. അല്ലേ? പിന്നെന്തുണ്ട്?
ആ പാക്കറ്റ്, രക്ഷ എന്ന് പറയുന്ന പാക്കറ്റാണ് ഇപ്പോൾ ആമസോണിൽ നിന്ന് രാവിലെ വന്നിരിക്കുന്നത്. പാക്കറ്റ് നമ്മൾ പൊട്ടിക്കുകയാണ്, അൺബോക്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അൺബോക്സിങ് നടക്കുമ്പോൾ അതിനകത്ത് എന്തെല്ലാം ഉണ്ട്? ഒന്ന് പറഞ്ഞ കറക്റ്റാണ്, പാപമോചനമുണ്ട്. എന്തുണ്ട്? നിത്യജീവനുണ്ട്. മരണത്തിന് ശേഷം ആത്മാവിന് നിത്യജീവനുണ്ട്. യേശുവിലൂടെ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് നിത്യജീവനുണ്ട്. അത്രേ ഉള്ളോ? വേറെ ഉണ്ട്. അത്രേ ഉള്ളോ? പിന്നെന്തുണ്ട്? അതിനകത്ത് ആ പാക്കറ്റിനകത്തുള്ള ഒരു ഡീറ്റെയിലാണ്, ആ പാക്കറ്റിനകത്തുള്ള ഒരു സാധനമാണ് എന്ത്? സൗഖ്യം, ഹീലിംഗ് ഉണ്ട് അതിനകത്ത് സൗഖ്യമുണ്ട്. യേശു കൊണ്ടുവന്ന രക്ഷ എന്ന പാക്കറ്റിനകത്ത് സൗഖ്യമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങൾക്ക് എത്ര സമയമില്ലെങ്കിലും ഞാൻ ഈ തിരുവല്ല കൺവെൻഷൻ്റെ വീഡിയോസ് യൂട്യൂബിലിടും, കുറച്ച് കഴിഞ്ഞ് ഇടുമ്പോൾ നിങ്ങൾക്ക് എത്ര സമയമില്ല നിങ്ങൾ കാണണം. കാരണം 5 ദിവസവും നമ്മൾ പറഞ്ഞത് സൗഖ്യത്തെക്കുറിച്ചാണ്. സൗഖ്യം ഈ കാലഘട്ടത്തിൽ അത് അത്ര അത്യാവശ്യമാണ്. ശാരീരിക സൗഖ്യത്തെക്കാൾ അധികം മനുഷ്യൻ ഇന്ന് മെൻ്റലി അൺസ്റ്റേബിളാണ്. ഭയം, നിരാശ, ഡിപ്രഷൻ, സ്ട്രെസ്, ആങ്സൈറ്റി, സമാധാനമില്ലായ്മ, സ്വസ്ഥതയില്ലായ്മ, വിവാഹമോചനം, സംശയരോഗം, മക്കള് വൈകാരിക പക്വതയില്ല വളരുന്നു, ഭയം, ഇതിനെല്ലാം സൗഖ്യം ഈ പാക്കറ്റിനകത്ത്. അൺബോക്സിങ് ചെയ്യുമ്പോൾ ആ പാക്കറ്റിനകത്ത് എന്തുണ്ട്? സൗഖ്യമുണ്ട്. പക്ഷെ കിട്ടുന്നില്ല. സൗഖ്യമുണ്ട്, സമാധാനമുണ്ട്, ധൈര്യമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ഒരുത്തം വന്നിട്ട് എന്തെങ്കിലും ഒരു കൂടോത്രം വന്നിട്ടു, നീ എടുത്താ ആ ഡൈനിങ് ടേബിളിൽ പുറത്ത് വെച്ചിട്ട് പൊക്കോടാ, ബെഡ്റൂമിൽ ഇട്ടിട്ട് പൊക്കോടാ, അതെന്നെ തൊടില്ല, അത് തൊടില്ല. ഞാൻ അവർക്ക് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ട കെട്ടിയിട്ടുണ്ട്. അയ്യടാ, നീ എന്തായി പറയുന്നേ? നിനക്ക് ചുണയുണ്ടെങ്കിൽ ഒരു കൂടോത്രം ചെയ്ത് എന്നെ ഒന്ന് എൻ്റെ രോമത്തിൽ തൊടാൻ പറ്റും, നീ നോക്കടാന്ന് പറയേണ്ട ആളാ ക്രിസ്ത്യാനി. എനിക്ക് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ട കെട്ടിയിട്ടുണ്ട് എൻ്റെ കർത്താവ്. അത് രക്ഷയിലുള്ള എൻ്റെ ഉറപ്പാണത്. നിങ്ങൾ എന്താ കരുതിയത്? നിങ്ങളൊന്ന് ആലോചിക്കേ. ഈ പോൾസൺ ബ്രദർ വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ്. ഞങ്ങൾ വണ്ടിയിൽ അങ്ങോട്ട് പോകുമ്പോൾ ഈ എന്നൊക്കെ പ്രായമുള്ള ഈ സഹോദരനെ ഒരാൾ പിടിച്ചടിക്കാൻ വന്നാൽ ഞാൻ നോക്കിയിരിക്കും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? കാര്യം കൺവെൻഷൻ കഴിഞ്ഞിട്ട് പോവാണ്. പക്ഷേ ഈ മനുഷ്യനെ ഒരാൾ അടിക്കാൻ വന്നാൽ, എന്നെ അടിച്ചാൽ ഞാൻ നോക്കി നിൽക്കുമായിരിക്കും. ഒരാൾ ഈ മനുഷ്യനെ അടിക്കാൻ റോഡിൽ നിന്ന് അടിച്ചാൽ ഞാൻ കൈയും കെട്ടി നിൽക്കും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം എന്താണ്? എൻ്റെ കൂടെ നടക്കുന്ന ഒരു മനുഷ്യനാണ്. അയാളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ബാധ്യത എനിക്കുണ്ട്. ഞാനൊരു സാധാരണ മനുഷ്യനായാൽ പോലും എനിക്ക് അത്രയും ബോധമുണ്ടെങ്കിൽ സർവശക്തനായ ദൈവം പിശാചിനിട്ട് അമ്മാനാടാൻ നിങ്ങളുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് അത്ര ഉറപ്പില്ലേ ആ ദൈവത്തെ? അപ്പൊ നിങ്ങൾക്ക് അത്രയും വിശ്വാസമില്ലേ ആ ദൈവത്തെ? എൻ്റെ ദൈവം അറിയാതെ, ഈശോ പറഞ്ഞില്ലേ, ഉന്നതത്തിൽ നിന്ന് അനുവാദം കിട്ടാതെ നിനക്കെന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാൻ നിന്റെ മുമ്പിൽ നിൽക്കുന്നെങ്കിൽ അതെൻ്റെ പിതാവ് എന്നോട് നീ നിന്നോടാ എന്ന് പറഞ്ഞിട്ടാണ്. ഇതാ ഈ ലോകത്തിൻ്റെ അധികാരി വന്നു കഴിഞ്ഞു, അവൻ എൻ്റെ മേൽ അധികാരമില്ല. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ ശിഷ്യന്മാരൊക്കെ കാരാഗൃഹത്തിലും തടവറയിലും ഒക്കെ നല്ല ലുലു മാളി കിടക്കുന്ന പോലെ കിടന്നത്. വലിയ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ കിടക്കുന്ന പോലെ ജയിലിനകത്ത് കിടന്ന് എന്തുകൊണ്ടെന്നറിയോ? അവർക്കറിയാം ഇതെന്താ, ഇതുകൊണ്ട് നമ്മളെ നശിപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ പറയുന്നത്, രക്ഷ എന്ന് പറയുന്ന ആ പാക്കറ്റിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. സുസ്ഥിതിയുണ്ട്, സമാധാനമുണ്ട്, ഐശ്വര്യമുണ്ട്, മക്കളുടെ നല്ല ഭാവിയുണ്ട്, നിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ബെസ്റ്റ് പദ്ധതിയുണ്ട്. അനേക കാര്യങ്ങൾ ഈ രക്ഷ എന്ന് പറയുന്ന പാക്കറ്റിനകത്തുണ്ട്. മരിച്ചു കഴിഞ്ഞുള്ള നിത്യജീവൻ മാത്രമല്ല. അപ്പൊ ഇത് എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് എപ്പോഴാണ്? എൻ്റെ ജീവിതത്തിലേക്ക് ഇത് വരുന്നത്, ബൈബിൾ പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, അധരം കൊണ്ട് ഏറ്റുപറയുക. ഇത്രേ ഉള്ളൂ. ഈ രക്ഷ എൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാകുന്നതിന് ബൈബിൾ പറയുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നതിനകത്ത് ഒത്തിരി കാര്യമുണ്ട്, പക്ഷെ പൊതുവായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, അധരം കൊണ്ട് അത് ഏറ്റുപറയുക. ഇത്രേ ഉള്ളത്.
ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, അധരം കൊണ്ട് ഏറ്റുപറയുക. അങ്ങനെ ശ്രദ്ധിക്കണം. ഇനി ഒരു വലിയ ചോദ്യം ഞാൻ ചോദിക്കാൻ പോവാണ്. അതിന് ഉത്തരം പറഞ്ഞാൽ നിങ്ങളെ ഇന്ന് വിടും, അല്ലെ വിടില്ല. ചോദ്യം ഇതാണ്. ഒരുപാട് കുഞ്ഞുങ്ങൾ പരീക്ഷയ്ക്ക് തോറ്റുപോയത് ഉത്തരം അറിയാഞ്ഞിട്ടല്ല, ചോദ്യം മനസ്സിലാവാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ചോദ്യം മനസ്സിലാക്കണം. ചോദ്യം ഇതാണ്. എൻ്റെ ചോദ്യം, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ രക്ഷ കിട്ടുമെന്നല്ലേ പറഞ്ഞേ? അങ്ങനെയാണെങ്കിൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കാനും അധരം കൊണ്ട് ഏറ്റുപറയാനും സഭയിൽ ഇപ്പം എന്നാ വഴിയാ ഉള്ളേ? സഭയിൽ ഇപ്പം എന്നാ വഴിയുണ്ട്? ഇത് നമുക്കറിയാം, ഈ രക്ഷ എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, അധരം കൊണ്ട് ഏറ്റുപറയണം. അതിന് സഭയിൽ എന്തെങ്കിലും വഴിയുണ്ടോ ഇപ്പം? എന്താ പറയുന്നത്? വിശുദ്ധ കുർബാനയോ? ഓക്കെ. ഇവിടെ ഇതിൽ നമുക്ക് എല്ലാം പറയാൻ പറ്റത്തില്ല. ഇവരിപ്പോൾ പറയുന്നു വിശുദ്ധ കുർബാനയെന്ന്. നിങ്ങൾ ഇവരുടെ പക്ഷം ചേർന്നാലോ? കുമ്പസാരോ, കൂദാശകൾ പൊതുവായിട്ട് നിങ്ങൾ പറയുകയാണ്. എന്തായാലും ഇവർ വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കാൻ നമുക്ക് അതിൽ എടുക്കാം. കൂദാശകൾ ജനറൽ ടൈം അല്ലേ? ഇപ്പം നിങ്ങൾ വിശുദ്ധ കുർബാന എന്നാണ് പറഞ്ഞത് അല്ലേ? നിങ്ങൾക്ക് ഉത്തരം മാറ്റാൻ അവസരമുണ്ട്. വേണം ഇപ്പം മാറ്റിക്കോ. മാറ്റുന്നുണ്ടോ? ഉണ്ടോ? കൂറുമാറുന്നോ സാക്ഷി? ഇല്ലല്ലോ. അപ്പം നിങ്ങൾ പറയുന്നു വിശുദ്ധ കുർബാനയിൽ അവസരമുണ്ട്. എന്ത്? ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, അധരം കൊണ്ട് ഏറ്റു പറയാം. എവിടെ അവസരമുണ്ട്? എന്നോട് പറ. വിശ്വാസ പ്രമാണം എന്ത് ഏറ്റു പറയുന്നു? ഏറ്റു പറയുന്നു. ഓക്കെ. പിന്നെ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, അധരം കൊണ്ട് ഏറ്റു പറയാനും. ചോദ്യം സിമ്പിളാണ്, ശ്രദ്ധിക്കണം. അതായത് നിങ്ങൾ പറയുന്നു വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഈ രക്ഷ എൻ്റെ ജീവിതത്തിലേക്ക് പകർത്തപ്പെടാനുള്ള ഒരു വഴിയാണ്. ഞാൻ സമ്മതിക്കുന്നു ആ കാര്യം ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക്. ഞാനൊരു അവിശ്വാസിയാണ്, ഞാൻ പ്രൊട്ടസ്റ്റന്റുകാരനാണ്. എന്നോട് നിങ്ങൾ പറ, ഈ കുർബാനയ്ക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, അധരം കൊണ്ട് ഏറ്റുപറയിൽ നടക്കുന്നുണ്ടെന്ന് ഒരു പ്രൊട്ടസ്റ്റന്റുകാരൻ എനിക്ക് പ്രൂവ് ചെയ്യും. അതായത് ബൈബിളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ കുർബാന അർപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ കൂദാശകൾ നടത്തുമ്പോൾ നിങ്ങൾ രക്ഷ പ്രഖ്യാപിക്കുകയാണെന്ന് എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആ ചോദ്യം ചോദിച്ചാൽ മതി. ഉണ്ട്. ഓരോ കൂദാശയും യേശുവിലുള്ള ഹൃദയം കൊണ്ടുള്ള വിശ്വാസവും അധരം കൊണ്ടുള്ള ഏറ്റുപറയലുമാണ്. ഓരോ കൂദാശയും. ഉദാഹരണത്തിന് വിശുദ്ധ കുർബാന എടുത്താൽ, എല്ലാം പറയാൻ പറ്റും. ഇത് വിശുദ്ധ കുർബാന എടുത്താൽ ഞാനൊരു വചനം വായിക്കാം. 1 കൊരിന്തോസ് 11:23 മുതൽ 1 കൊരിന്തോസ് 11:23 മുതൽ കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. പൗലോസ് അപ്പോസ്തലൻ പറയാണ്, കർത്താവിൽ നിന്ന് നിങ്ങൾക്ക് തരാൻ വേണ്ടി കിട്ടിയ പ്രബോധനം ഇതാണ്. കർത്താവിൽ നിന്ന്. 1 കൊരിന്തോസ് 11:23 എല്ലാവരും എടുക്കണം. 1 കൊരിന്തോസ് 11:23 വായിക്കാം. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങൾക്ക് കൈമാറ്റം ചെയ്തതുമായ കാര്യം ഇതാണ്. എന്താണ്? കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അരുളി ചെയ്തു, ഇതെൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്, നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അടുത്ത വാക്യം 26, ഉച്ചത്തിൽ വായിക്കണം. ഉച്ചത്തിൽ, നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം. നിർത്തിക്കുക. നിങ്ങൾ കുർബാന സ്വീകരിക്കുമ്പോൾ എന്നതിനെയാണ് വിശദമായിട്ട് പറഞ്ഞത്. നിങ്ങൾ ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അമ്മച്ചി എന്താണ്? നിങ്ങൾ പരിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ. പരിശുദ്ധ കുർബാന സ്വീകരിച്ചത് ഒരു പ്രഖ്യാപനമാണോ ഒരു പ്രവൃത്തിയാണോ? നിങ്ങൾ ശരിക്കും സാധാരണ മനുഷ്യൻ പറയുന്ന പോലെ പറഞ്ഞാൽ മതി. പരിശുദ്ധ കുർബാന ചെന്ന് നാവ് നീട്ടി സ്വീകരിക്കുന്നത്, പള്ളി ചെന്ന് കുർബാനയിൽ നിന്ന് അത് പങ്കെടുത്ത് അവസാനം പോയി കുർബാന സ്വീകരിക്കുന്നത് ഒരു പ്രവൃത്തിയാണോ ഒരു പ്രഖ്യാപനമാണോ? അല്ല, ഒരു പ്രവൃത്തിയാണത്. അതൊരു പ്രവൃത്തിയാണ്. നിങ്ങൾ എന്തിനാ കാര്യങ്ങളെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നേ? അതൊരു പ്രവൃത്തിയല്ലേ? അതൊരു പ്രവൃത്തിയാണ്. ഒരാൾ ചെന്നിട്ട് നാവ് നീട്ടി കുർബാന സ്വീകരിച്ചു, അയാൾ ഒരു പ്രവൃത്തി ചെയ്താണല്ലോ. പക്ഷേ ക്രിസ്തീയ ആത്മീയ മണ്ഡലത്തിൽ വിശ്വാസി ചെയ്യുന്ന പല പ്രവൃത്തികളും പ്രവൃത്തികളല്ല, പ്രഖ്യാപനങ്ങളാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ക്രിസ്തീയ ആത്മീയ മണ്ഡലത്തിൽ
വിശ്വാസി ചെയ്യുന്ന പല പ്രവൃത്തികളും, ഇവിടെയാണ് പ്രൊട്ടസ്റ്റന്റുകാരായിട്ട് നമുക്കുള്ള ഡിഫറൻസ്. പെന്തക്കോസ്താ സഹോദരങ്ങളോട് നമുക്കുള്ള ഡിഫറൻസ്. അവർ പറയുന്നത് നിങ്ങൾ കുറെ പ്രവർത്തിക്കുന്നു, എന്നിട്ട് നിങ്ങൾ നിത്യത കിട്ടുമെന്ന് പറയുന്നു. നമ്മൾ പറയുന്നു അത് പ്രവൃത്തിയല്ല സഹോദര, ഞങ്ങൾക്കത് പ്രവൃത്തിയല്ല, പിന്നെന്താണത്? പ്രഖ്യാപനമാണ്. അപ്പൊ നിങ്ങളോട് ആര് പറഞ്ഞത് പ്രഖ്യാപനമാണെന്ന്? അപ്പസ്തോലനായ പൗലോസ് പറഞ്ഞു അത് പ്രഖ്യാപനമാണെന്ന്. 1 കൊരിന്തോസ് 11:26 നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവന്റെ 2ാം വരവ് വരെ പ്രഖ്യാപിക്കുകയത്രേ ചെയ്യുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അതരം കൊണ്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ രക്ഷ പ്രാപിക്കുമെന്നല്ലേ പറഞ്ഞേ? അപ്പോ ഹൃദയത്തിൽ വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റുപറയുന്നത്, സഭയെ നടക്കുന്നത് കൂദാശകളിലൂടെയാണ്. യേശുക്രിസ്തു എനിക്ക് വേണ്ടി സമ്പാദിച്ച രക്ഷ എന്ന പാക്കറ്റിനകത്ത് പാപമോചനമുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? പള്ളി ചെന്ന് കുമ്പസാരക്കൂട്ടിൽ ചെന്ന്, നിങ്ങൾ ശ്രദ്ധിക്കണം, ചില കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നത് എന്തൊക്കെയാണ്? 1, യേശുക്രിസ്തു കുരിശിൽ എൻ്റെ പാപങ്ങൾ മോചിച്ചു, അവനിൽ എനിക്ക് പാപമോചനവും രക്ഷയുണ്ട്. ശ്രദ്ധിക്കണം, ഇത് ഞാൻ വിശ്വസിച്ചു. ഈശോ മറ്റൊരിടത്ത് പറഞ്ഞു, നിങ്ങൾ ആരുടെ പാപം മോചിച്ചാലും ഇത് മോചിക്കപ്പെടും, ബന്ധിച്ചാലും ബന്ധിക്കപ്പെടും. അപ്പസ്തോല സഭയ്ക്ക് അധികാരം കൊടുത്തു, അത് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരിടത്ത് ഈശോ പറഞ്ഞു, നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ വന്ന് തൈലം പൂശി പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രേഷ്ഠന്മാർ വന്ന് നിൽക്കുന്ന അച്ഛന്മാർ, ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞാൽ എൽഡർ എന്ന് പറഞ്ഞാൽ ഗ്രീക്കിൽ പ്രസ്ബിറ്ററോസ്. ആ പ്രസ്ബിറ്ററോസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഇംഗ്ലീഷിലെ പ്രീസ്റ്റ് എന്ന് പറയുന്ന വാക്ക് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ സഭയിലെ പട്ടക്കാരെ വിളിക്കട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ സഭയിലെ പട്ടക്കാരെ വിളിക്കട്ടെ, പട്ടക്കാർ വന്ന് അവരെ തൈലം പൂശി പ്രാർത്ഥിക്കട്ടെ. ആ കോൺട്രാക്റ്റിലാണ് പറയുന്നത് നിങ്ങൾ സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയണം എന്ന് പറഞ്ഞാൽ ആരോട് പറയണമെന്നാ? വ്യംഗ്യ അർത്ഥം ആരോട് പറയണമെന്ന്? ഈ പട്ടക്കാരൻ വന്ന് നിൽക്കുമ്പോഴാണ് പറയുന്നത് പാപങ്ങൾ ഏറ്റു പറയണമെന്ന് പറയുന്നത്. അപ്പൊ ആരോടായി പറയണ്ടേ? പട്ടക്കാരനോട് പറയണമെന്ന്. അതാ ഈശോ അപ്പസ്തോലിക സഭയ്ക്ക് അധികാരം കൊടുത്തു. എന്താണ്? നിങ്ങൾ ആരുടെ പാപം മോചിച്ചാലും മോചിക്കപ്പെടും, ബന്ധിച്ചാലും ബന്ധിക്കും. ഇതൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ യേശുക്രിസ്തുവിലൂടെ എനിക്ക് പാപമോചനം ലഭിച്ചെന്ന് വിശ്വസിക്കുന്ന ഞാൻ പള്ളിയിൽ ഒരു കുമ്പസാര കൂട്ടിട്ട് അതിനപ്പുറത്തൊരു അച്ഛൻ കസേരയിട്ട് കൈമനായിട്ടിരിക്കുമ്പോ ഞാൻ ചെന്ന് മുട്ടുകുത്തിയിട്ട് എൻ്റെ പാപങ്ങൾ ആ അച്ഛനോട് ഏറ്റു പറയുമ്പോൾ കത്തോലിക്ക അല്ലെ അപ്പസ്തോലിക സഭയിലെ വിശ്വാസിയെ സംബന്ധിച്ച് ആ മുട്ടുകുത്തിയത് ഒരു പ്രവൃത്തിയല്ല, ഒരു പ്രഖ്യാപനമാണ്. നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ ഞാൻ പറയുന്നത്? നമ്മൾ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ് അവിടെ. എന്ത്? എൻ്റെ കർത്താവ് കുരിശിൽ മരിച്ച് എനിക്ക് പാപമോചനം നേടിത്തന്നു. അതുമായി ബന്ധപ്പെട്ട ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ആ അനുബന്ധ കാര്യങ്ങളിലുള്ള എൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ് കുമ്പസാരമെന്ന കൂദാശ. ജലത്താലും ആത്മാവിനാലും നിങ്ങൾ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞ കർത്താവിൻ്റെ തിരുവെഴുത്തുകൾ പ്രഖ്യാപിക്കുന്നതാണ് കുഞ്ഞിൻ്റെ മേൽ വെള്ളം ഒഴിച്ചിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനപ്പെടുത്തുന്ന കൽപ്പന പൂർത്തീകരിക്കുക. അപ്പം ഇതെല്ലാം കൂദാശകൾ. ശ്രദ്ധിക്കണം, കൂദാശകൾ ചില സഹോദരങ്ങൾ വിശ്വസിച്ചിട്ടുള്ളതുപോലെ പ്രവർത്തികളല്ല, പ്രഖ്യാപനങ്ങളാണ്. പറഞ്ഞേ ഹല്ലേലൂയ. കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം കൂദാശകളെ വിളിക്കുന്നത് വിശ്വാസത്തിന്റെ പ്രവർത്തികൾ എന്നാണ്. മതബോധന ഗ്രന്ഥം കൂദാശയെ വിളിക്കുന്നത് വിശ്വാസത്തിന്റെ പ്രവൃത്തി എന്നാണ്. വിശ്വാസത്തിന്റെ പ്രവൃത്തി. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ കുറെ കൂടി ഉണരേണ്ടതുണ്ട് എന്ന് പറയാൻ ഞാൻ പരിശ്രമിക്കുകയായിരുന്നു. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഹൃദയം ഈശോ തുറന്നതുപോലെ കർത്താവ് നമ്മുടെ ഹൃദയം തുറന്നു തരും. ഈശോ നമ്മുടെ ഹൃദയത്തെ ഏറ്റെടുക്കും. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ജ്ഞാനത്തിനും വെളിപാടിനും വേണ്ടിയെല്ലാം എപ്പോഴും പ്രാർത്ഥിക്കുക എന്നുള്ളത് നമുക്ക് പ്രധാനപ്പെട്ട കാര്യമാണ്. തിരുവെഴുത്തുകളിൽ ശരണപ്പെടുക, ബൈബിള് താഴെ വെക്കാതെ വായിക്കാൻ പരിശ്രമിക്കുക, ബൈബിള് വായിച്ചു തീർക്കുക, വചനത്തിൽ ആഴപ്പെടുക, കൂടെ വചനം എടുക്കുക, കർത്താവിനോട് വചനം മനസ്സിലാക്കാൻ ഹൃദയം തുറന്നു തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇതെല്ലാം ഈ നാളുകളിൽ വളരെ അത്യാവശ്യമാണ്. പറയാം ഹല്ലേലൂയ. അതായത് കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവണം, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. ജെറമയ 29:5-6 ഒരു വചനമുണ്ട്. അതനുസരിച്ച് നമ്മുടെ തിരുസഭയിൽ, നമുക്ക് കേരള സഭയിലുള്ള അതിശക്തമായ ഒരു ശുശ്രൂഷയാണ്. അതായത് പ്രോ ലൈഫിൻ്റെ ഒരു ശുശ്രൂഷ. ജീവനെ പരിപാലിക്കാനും ജീവനെതിരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും പ്രതിരോധിക്കാനും സഭയിൽ കർത്താവിൻ്റെ ആത്മാവിനാൽ പ്രേരിപ്പിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകൾ നടത്തുന്നൊരു ശുശ്രൂഷയാണിത്. അതുകൊണ്ട് അവർ തയ്യാറാക്കിയിട്ടുള്ള ഒരു ചെറിയ ലീഫ്ലെറ്റ് ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഈ പ്രോ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട സഹോദരങ്ങൾ കൊണ്ടുവന്ന് 5000 കോപ്പികൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ കുറച്ച്
എടുത്തുകൊണ്ട് പോകണം. 2, 3, 4, 5 ഒക്കെ വെച്ച് എടുക്കണം. എടുത്തിട്ട് എന്ത് ചെയ്യണം? ഒരെണ്ണം നിങ്ങൾ വായിക്കണം. നമ്മൾ ഈ വാട്സാപ്പിൽ വരുന്ന മെസ്സേജ് ഫോർവേഡ് ചെയ്യുന്ന പോലെ നമ്മൾ വായിക്കാതെ ഫോർവേഡ് ചെയ്യരുത്. വാട്സാപ്പിലെ മെസ്സേജ് എങ്ങനെ ചെയ്യുന്നത്? വരുന്നു, നമ്മൾ വായിക്കുന്നില്ല, ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെന്ന് വിചാരിച്ച് നമ്മളങ്ങ് ഫോർവേഡ് ചെയ്യും. ആ പരിപാടി ചെയ്യരുത്. ഇത് ആദ്യം എന്തുണ്ട്, ഇത് നമ്മൾ വായിക്കണം. ഇത് ജീവനെ പൊതിഞ്ഞ് പിടിക്കേണ്ട ആളുകളാണ് നമ്മൾ. അപ്പോൾ അത് നമ്മൾ വായിക്കണം. എന്നിട്ട് അനേക ആളുകൾക്ക് കൊടുക്കണം, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം, പുതിയ തലമുറയ്ക്ക് കൊടുക്കണം, കല്യാണം കഴിക്കുന്നവർക്ക് കൊടുക്കണം. അപ്പോൾ പറ്റുമെങ്കിൽ ഇതിൻ്റെ ഫോട്ടോകോപ്പിയൊക്കെ എടുത്ത് വിതരണം ചെയ്യണം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ അക്രൈസ്തവർ, യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്തവരോട് ഈശോയെ പങ്കുവെക്കാനുള്ളൊരു ലീഫ്ലെറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അത് പ്രിൻ്റ് എടുത്ത് ആവശ്യമുള്ള ആളുകൾക്ക് അതിൻ്റെ പ്രിൻ്റഡ് വെർഷൻ തരാം. ഇനി അതല്ല, നിങ്ങൾക്ക് അതിൻ്റെ സോഫ്റ്റ് കോപ്പി മതിയെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ കോപ്പി എടുത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. അതും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഇവിടെ ജ്ഞാനകേന്ദ്രത്തിൻ്റെ നമ്പറും ഇമെയിൽ ഐ ഡിയും ഒക്കെ പിന്നീട് നാളെ അച്ഛൻ പറയും. അപ്പോൾ ആ സമയത്ത് നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിനകത്തോട്ടൊരു മെയിൽ അയക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ നിങ്ങൾക്കത് കിട്ടും. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? അതും നിങ്ങൾ അനേകർക്ക് വിതരണം ചെയ്യണം. യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്തവർക്ക് ഒരു ചെറിയ ലീഫ്ലെറ്റാണ്. അത് കൊടുത്താൽ അവരത് വായിക്കും, യേശുവിനെക്കുറിച്ച് അവരറിയും, കേൾക്കും, അവർക്ക് മനസ്സിലാവും, പരിശുദ്ധാത്മ അവരുടെ ഹൃദയം തുറന്നു കൊടുക്കും. അപ്പോൾ അതും നിങ്ങൾ ഈ കൺവെൻഷനെ എനിക്ക് അറിയിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, ഏപ്രിൽ മാസം 9-ാം തീയതിയുടെ പ്രത്യേകത എന്താണ്? അന്ന് ഈസ്റ്ററാണ്. ഏപ്രിൽ 16-ാം തീയതിയുടെ പ്രത്യേകത എന്താണ്? അത് പുതു ഞായറാഴ്ചയാണ് അല്ലേ? അന്ന് ദൈവകരുണയുടെ തിരുനാളാണ്. പുതു ഞായറാഴ്ചയാണ്, ദൈവകരുണയുടെ തിരുനാളാണ്. ദൈവകരുണയുടെ തിരുനാൾ സഭയിൽ വിപുലമായിട്ട് ആഘോഷിക്കണമെന്ന് പരിശുദ്ധാത്മാവ് വിശുദ്ധ ഫൗസ്റ്റീനോട് ആവശ്യപ്പെട്ടതാണ്. അതുകൊണ്ട് ദൈവകരുണയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങണം. അപ്പോൾ അതിന് നമ്മൾ നോമ്പ് കാലത്ത് ഒരുങ്ങി, ഈസ്റ്ററൊക്കെ കഴിഞ്ഞ് ദുഃഖവെള്ളി മുതൽ ദൈവകരുണയുടെ ഞായറാഴ്ച വരെ ദൈവകരുണയുടെ നൊവേനയുണ്ട്, അത് ചൊല്ലണം. ഇനി അതുകൂടാതെ തന്നെ ദൈവകരുണയുടെ പ്രാർത്ഥനയുണ്ട്. അതാണ് ഞാൻ ചൊല്ലിക്കുന്നത്. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞാനങ്ങേ. ഇത് കരുണയുടെ പ്രാർത്ഥനയാണ്. അത് ചൊല്ലണമെന്ന് ഈശോ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കരുണക്കൊന്ത ചൊല്ലണമെന്ന് ഈശോ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 3 മണിക്ക് കരുണയുടെ പ്രാർത്ഥന ചൊല്ലണം. കരുണക്കൊന്ത സാധിക്കുന്ന സമയത്തൊക്കെ ചൊല്ലണം, അത് ഈശോ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്നാണ് കരുണയുടെ ഛായാചിത്രം വണങ്ങണം. കരുണയുടെ ഛായാചിത്രം, കരുണയുടെ ഈശോയുടെ പടം വണങ്ങണം. അപ്പോൾ അത് ഞാൻ അതിനെക്കുറിച്ച് എനിക്ക് ബോധ്യം കിട്ടിയ സമയത്ത് ഞാൻ കരുണയുടെ ചിത്രങ്ങൾ അന്വേഷിച്ചു പോയപ്പോഴാണ് കരുണയുടെ ഇപ്പോൾ കുറേ കരുണയുടെ ചിത്രങ്ങളുണ്ട്. പക്ഷേ ശരിക്കും ഫൗസ്റ്റീനായോട് ഈശോ പറഞ്ഞ പ്രകാരം ഫൗസ്റ്റീന വരപ്പിച്ച ചിത്രം കാലാന്തരത്തിൽ അത് കേടുപാടുകൾ പറ്റുകയും അതെല്ലാം പിന്നീട് റീവർക്കുകൾക്ക് വിധേയമാവുകയും ചെയ്തു. ശരിക്കും ഒറിജിനൽ ചിത്രമുണ്ട്. ആ ഒറിജിനൽ ചിത്രം അവൈലബിൾ ആണ്. വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ അധികം ഭയങ്കര ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗത്തിൽ അതൊരു മങ്ങിയ ചിത്രമായിട്ട് തോന്നിയാലും അതൊരു ചിത്രമാണ്. അപ്പോൾ നമ്മുടെ ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു ആ ചിത്രം ഒന്ന് നന്നായിട്ട് വരയ്ക്കണമെന്നുള്ളത്. പക്ഷേ എപ്പോൾ വരയ്ക്കാൻ ഇറങ്ങിയാലും അത് തടസ്സം, അത് മുന്നോട്ട് പോകില്ല. അങ്ങനെ ഒരുപാട് നാളുകളെടുത്തു. എന്നാൽ ഈ കരുണയുടെ തിരുനാളിന് മുമ്പ് ഈ ദിവസങ്ങളിൽ ദൈവം അനുവദിച്ചാൽ ഈ ഞായറാഴ്ച ദിവസം കൊണ്ട് അതിൻ്റെ എല്ലാ വർക്കുകളും തീർന്ന് ആ ഒരു നല്ല ചിത്രം തയ്യാറായി വന്നിട്ടുണ്ട്. അത് ഒറിജിനൽ ഈശോ ഫൗസ്റ്റീനയോട് ഈശോ പറഞ്ഞു കൊടുത്ത് വരപ്പിച്ച ചിത്രം നമ്മൾ ഇന്നത്തെ ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ കുറച്ച് അതിൻ്റെ ആ മങ്ങലൊക്കെ ഒന്ന് മാറ്റി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചിത്രവും നിങ്ങൾ മെയിൽ അയച്ചാലോ അത് വാട്സപ്പ് ചെയ്താലോ ഒക്കെ ആർക്ക് വേണമെങ്കിലും അതിൻ്റെ എത്ര നല്ല ക്വാളിറ്റി പ്രിൻ്റ് എടുക്കാൻ പറ്റുന്ന ചിത്രങ്ങൾ നമുക്ക് അവിടെ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് നമ്മളത് അയച്ച് തരുന്നതാണ്. വരപ്പിക്കാൻ കുറേ പണമൊക്കെ ആയി, പക്ഷേ അത് ഫ്രീ ആയിട്ട് ആർക്ക് വേണമെങ്കിലും തരാം. കർത്താവ് നമുക്ക് സൗജന്യമായിട്ട് പിതാവ് തന്നതാണ്. അതുകൊണ്ട് എല്ലാം സൗജന്യമാണ് കർത്താവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതും നിങ്ങൾ ധ്യാനകേന്ദ്രത്തിൻ്റെ ഇമെയിൽ ഐ ഡിയിലേക്കോ വാട്സപ്പിലേക്കോ ഇപ്പോൾ ഇന്നൊന്നും അയക്കണ്ട, ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച അയച്ചാൽ മതി. കാരണം ഇപ്പോൾ അയച്ചാലും ചിലപ്പോൾ നേരത്തെ ഒരുപാട് ബൾക്ക് മെസ്സേജുകൾ കിടക്കുന്നുണ്ട്, ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെടാതെ പോകും. തിങ്കളാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കരുണയുടെ ഛായാചിത്രം ഒരു ചിത്രം പ്രിൻ്റ് ചെയ്ത് വീട്ടിൽ സൂക്ഷിക്കണം. അതിനകത്ത് ഈശോയെ ഞാനങ്ങ് ശരണപ്പെടുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു. അത് കൂടെ പറയണം. ഈ ഫൗസ്റ്റീനോട് ഈശോ പറഞ്ഞു, നിങ്ങൾ നിൻ്റെ കരുണയുടെ വാതിലിലൂടെ കടന്നു പോകുന്നില്ലെങ്കിൽ എൻ്റെ നീതിയുടെ വാതിലിലൂടെ കടന്നു പോകേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ദൈവകരുണ അപേക്ഷിച്ച് മലങ്കര സഭയ്ക്ക് ഇത് അന്യമല്ല. കാരണം കരുണയ്ക്ക് വേണ്ടി ഇത്രയും പ്രാർത്ഥിക്കുന്ന വേറൊരു ലിറ്റററി ലോകത്തില്ല. എല്ലാ പ്രാർത്ഥനയും കരുണയാവണേ എന്നാണ് അല്ലേ? ഇപ്പോൾ നോമ്പ് കാലത്ത് കുമ്പിടുന്നത് എന്താ പറഞ്ഞിട്ടാ? കരുണയാവണേ എന്ന് പറഞ്ഞിട്ടാണ്. കുറിയലായസോ എന്ന് പറഞ്ഞാൽ എന്താ? കരുണയാവണേ എന്നാണ്. അപ്പം അങ്ങനെ കരുണയ്ക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു ആരാധനയാണ് നമ്മുടെ ആരാധനക്രമം. അപ്പോൾ അതിനോട് ചേർത്ത് അനുബന്ധമായി നമുക്ക് ഈ ഒരു കരുണയുടെ പ്രാർത്ഥന ചൊല്ലുന്നത് നല്ലതാണ്. അത് ഞാൻ എനിക്ക് നാളെ എല്ലാം വെപ്രാളത്തിൽ പറയാൻ പറ്റിയില്ലെങ്കിലോ എന്നോർത്ത് ഇന്ന് ഞാൻ അറിയിക്കുന്നതേ ഉള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ.
നാളെ നമുക്ക് ദൈവം അനുവദിച്ചാൽ ദിവ്യകാരുണ്യ പ്രദക്ഷിണം ഉണ്ടാവും. നമുക്ക് ഈ മധ്യത്തിലൂടെയും അതുപോലെ ഈ ഭാഗത്തുകൂടെയും പരിശുദ്ധ കുർബാനയും കൊണ്ട് പുരോഹിതർ സഞ്ചരിക്കും. അപ്പോൾ ഈശോ നമ്മളെല്ലാം ആശീർവദിക്കും. അതുകൊണ്ട് നാളെ നമുക്ക് വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമാണ്. നാളെ ഞായറാഴ്ച കൂടിയാണ് അല്ലേ? ഞായറാഴ്ച കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പിന്നെ പള്ളിയിലൊക്കെ പോയിട്ട് വൈകിട്ട് വരാതിരിക്കരുത്. നാളെ സമാപന രാത്രിയാണ്. നാളെ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഒരു നിർബന്ധമല്ല. ദിസ് ഈസ് നോട്ട് ഓബ്ലിഗേറ്ററി, ദിസ് ഈസ് ഓൺലി ഓപ്ഷണൽ. ഞാൻ പറയാൻ പോകുന്ന കാര്യം നിർബന്ധമില്ല, ഒരു സൂചന മാത്രമാണ്, ഒരു സജഷൻ മാത്രമാണ്. പറ്റുമെങ്കിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ നാളെ വെള്ള വസ്ത്രം ധരിച്ചു വരിക. ഉണ്ടെങ്കിൽ ഇന്ന് കരിക്കിനേത്ത് തുറക്കാനൊന്നും പോകണ്ട. മറിച്ച് എന്ത് ചെയ്യുക? കരിക്കിനേത്ത് ഇപ്പം ഇല്ലെന്ന് തോന്നുന്നല്ലേ? അതുണ്ടോ? ഉണ്ട്. ഇവിടെ ഉണ്ട്. ഓക്കെ ശരി. അപ്പോൾ നിങ്ങൾ ഇന്നിപ്പം രാത്രി ചെന്ന് കെട്ടിയന്മാരെ വിഷമിപ്പിക്കരുത്, പിന്നെ മാതാപിതാക്കളെ വിഷമിപ്പിക്കരുത്. എനിക്ക് വെള്ളമില്ല, ഞാൻ അന്നേ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വെള്ള വസ്ത്രം പെട്ടെന്ന് റെഡി ആയിട്ടുണ്ടെങ്കിൽ നാളെ വെള്ള വസ്ത്രം ധരിച്ചിട്ട് വരിക. ഇല്ലെങ്കിലോ ഉള്ള വസ്ത്രം ധരിച്ചിട്ട് വരിക. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നാളെ നിങ്ങൾ പറ്റുന്നവരെല്ലാം വെള്ള വസ്ത്രം ധരിച്ച് വരണം. വെള്ള വസ്ത്രമൊക്കെ ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ്റെ മുമ്പിൽ. അപ്പോൾ അങ്ങനെ ഈ ബൈബിളൊക്കെ പിടിച്ച് വെള്ളയൊക്കെ ഇട്ട് നാളെ വരുമ്പോൾ ഇവർ കത്തോലിക്കർ തന്നെ അല്ലേ എന്ന ആളുകൾക്ക് തോന്നിയാലും കുഴപ്പമില്ല. നാളെ എന്ത് ചെയ്യണം? അങ്ങനെ വരണം അല്ലേ? ഈ ജനം കാണട്ടെ ദൈവമക്കൾ വെള്ളയൊക്കെ ഇട്ട് ബൈബിളൊക്കെ പിടിച്ച് നല്ല സന്തോഷത്തോടെ ദേവാലയത്തിൽ. ഞാൻ പാലാ കൺവെൻഷൻ ഒരിക്കലും പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? അച്ചായന്മാർ നിങ്ങളെക്കാളും സീരിയസ് ആയിട്ട് അതെടുത്തു. അയ്യോ, അവർ എന്തെന്നറിയാമോ? അത് ഒരു കടലായിരുന്നു. അതൊരു കടൽ. അതായത് ആ പാലാ കത്തീഡ്രൽ ഇച്ചിരി ഉയർന്ന സ്ഥലത്താണ്. സ്റ്റെപ്പൊക്കെ കയറി ആളുകളിങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് വെള്ളയും ഇട്ട് ബൈബിളൊക്കെ പിടിച്ച് വരുന്ന ഒരു കാഴ്ച, കാണേണ്ട കാഴ്ചയായിരുന്നു. രാജാക്കാട് കൺവെൻഷൻ അങ്ങ് മലബാറിലാണത്, കാസർഗോഡ്. അങ്ങ് രാജാക്കാട് കൺവെൻഷന്. ആ കൺവെൻഷൻ ഇതുപോലെ അന്ന് ഇത്തിരി സഭയിൽ മാധ്യമങ്ങൾ ഒരുപാട് അന്ന് ചില കേസുകളും പ്രശ്നങ്ങളും ഒക്കെ പിന്നെ നടന്നുകൊണ്ടിരുന്ന കാലമാണ്. അന്ന് ഈ പിതാക്കന്മാർ, അച്ഛന്മാർ എല്ലാം ഞങ്ങളെല്ലാം നാണം കെടുത്തിയിട്ടിരുന്നൊരു സമയമാണ്. ആ സമയത്താണ് ഈ രാജാക്കാട് കൺവെൻഷൻ നടക്കുന്നത്. അപ്പം ഞാൻ ഓർത്ത് ഇത്രയും എല്ലാ മാധ്യമങ്ങളുടെ അന്തിച്ചർച്ച ഈ കാര്യങ്ങളായിരുന്നു. സഭയെ ദൂഷിക്കുന്ന, എല്ലാം ദൂഷിക്കുന്ന, നന്മയൊന്നും ആരും പറയുന്ന സമയമല്ലായിരുന്നു അത്. ആ സമയത്ത് ഞാൻ ഓർത്തു, ദൈവമേ ഇതുങ്ങളൊക്കെ കൺവെൻഷന് വരുമോയെന്ന് ഞാൻ ഓർത്തു. വരുമോയെന്ന്. അന്നാണ് ഈ നമ്മുടെ കേരളത്തിലെ സഭയുടെ ഒരു നന്മ നമ്മൾ കണ്ടുമുട്ടുന്ന ചില സന്ദർഭങ്ങളിൽ ഒന്നാണത്. എന്ന് പറഞ്ഞാൽ നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്തതുപോലെ സഭയെ ദൂഷിക്കുന്നൊരു സമയമാണത്. ആ സമയത്ത് രാജാക്കാട് കൺവെൻഷന് 10,000-കണക്കിന് ആളുകൾ വെള്ളയിട്ട് ബൈബിളൊക്കെ പിടിച്ച് കർത്താവിനെ മൗനമായി വിളിച്ചു പറഞ്ഞുകൊണ്ടുള്ള, മൗനമായി പ്രഘോഷിച്ചുകൊണ്ടുള്ള വരവ് ഒരു കാണേണ്ട കാഴ്ചയായിരുന്നു. നാളെ പത്തനംതിട്ട നഗരത്തിൽ അങ്ങനെ ഒരു കാഴ്ച ഉണ്ടാവട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് നല്ല വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് നമുക്ക് സാധിക്കുന്നിടത്തോളം പള്ളിയിലൊക്കെ, എൻ്റെ ഒരു നിർദ്ദേശം മാത്രമാണ്, പള്ളിയിലൊക്കെ വെള്ളയിട്ട് പോകണം. അത് അസാധ്യതയൊന്നുമല്ല. ഞാനിപ്പോഴും വികാരിച്ചനാണ് കേട്ടോ. ഞാൻ വികാരിച്ചനാണ്. എൻ്റെ പള്ളിയിൽ ഞായറാഴ്ച എല്ലാവരും വെള്ളയിട്ടാണ് വരുന്നത്. ഞാൻ നേരത്തെ ഇരുന്ന പള്ളിയിൽ എല്ലാവരും വെള്ളയിട്ട്, കഴിഞ്ഞ ഒരു 5-6 കൊല്ലങ്ങളായിട്ട് എല്ലാ സ്ഥലത്തും ആ പള്ളിയിൽ ആളുകൾ വെള്ളയിട്ടാണ് വരുന്നത്. അത് ഒരു 3-4 തവണ പറഞ്ഞതേ ഉള്ളൂ, വേറൊന്നും ചെയ്തില്ല. പാവങ്ങളാണ്, നിങ്ങളെക്കാളും ദരിദ്രരായ ആളുകളാണ് ഞങ്ങളുടെ മിഷനിലേക്ക് ഉള്ളവർ. പക്ഷെ അവരെല്ലാം ഞായറാഴ്ചയ്ക്ക് വേണ്ടി നല്ല വസ്ത്രങ്ങൾ തയ്പ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വെള്ളയൊക്കെ ഇട്ട് പള്ളി വന്ന് കാണാൻ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ വെള്ളയൊക്കെ ഇട്ട് മുമ്പിലൊക്കെ നിൽക്കുന്ന എന്നാ അഴകാന്നറിയോ? എന്നാ അഴകാ അത്. കുർബാനയ്ക്ക് അതുങ്ങൾ നിന്ന് പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. സ്വർഗം സന്തോഷിക്കും. നല്ല മിടുക്കരായിട്ട് വേണം പള്ളി വന്ന് നിൽക്കാൻ.